ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ധ്യായേ നിത്യം ഗണേശം പരമസുഗതം ധ്യാനസംസ്ഥം ത്രിനേത്രം ഏകം ദേവം ത്വനേകം പരമസുയഗതം ദേവദേവം പ്രപന്ന. ചുണ്ടോദണ്ഡാദി ഗണ്ഡ ഉദ്ഘടിത പദജലോലമത്താലിമാലാം ശ്രീമന്തം വിഘ്നരാജം സകലസുഖകരം ശ്രീഗണേശം നമാമി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ബിഭ്രദ്വേണും ജഡരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ ബാണോമസൃണകപടം തത്ഫലാനങ്കുലീഷു. തിഷ്ടൻ മധ്യേ സ്വപരിസുഹൃതോ ഹാസയൻ നർമ്മവിശ്വൈഃ. സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞബുക്ബാലകേളീ. ബർഹാവീടം നടവരവപുക്കർണയോ വർണികാരാം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൻ വേണോ അധരസുതയാ പൂരയൻ ഗോപവൃന്ദൈഃ. വൃന്ദാരണ്യം സ്വപദരമണം ഭാവിശദ്ഗീതകീർത്തി. ഹരേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇത്രയും നേരം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നത് കപിലോപദേശം പറഞ്ഞിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു ഭാഗമാണ് ഭാഗവതത്തിലെ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും സ്കൂളും കസേരമോളൊക്കെ ഇരിക്കുകയാണ്. എല്ലാവരും പണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് രാവണൻ്റെ മുമ്പിൽ ഹനുമാൻ ഇരിക്കുന്ന മാതിരി എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ രാവണനാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഹനുമാൻ ശ്രീരാമൻ്റെ ഭക്തന്മാരായിട്ട് ബരാബറായിട്ടാണ് ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് അത് കാണാനും ഒരു രസം എന്നുള്ള സ്വാമിജി പറഞ്ഞ അഭിപ്രായം നല്ല അഭിപ്രായമായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഞാനിങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തിനാണ് നമ്മൾ ഈ ഭാഗവതം വായിക്കുന്നത്, എന്തുകൊണ്ടാണ് ആശ്രമത്തിലായത് കാരണം കൊണ്ട് നമുക്ക് എന്തും വേണമെങ്കിൽ പറയാമെന്നതിൻ്റെ മുകളിൽ അപ്പം നമുക്ക് ആ അർത്ഥത്തിലെല്ലാം പറയുന്നത് സാത്വികപരമായിട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം അറിയാം എന്തെല്ലാം അറിയില്ല അത് നമുക്കൊന്നൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത്. എന്തായാലും കപിലോപദേശം എന്നുള്ള ആ ഒരു മഹത്തരമായിട്ടുള്ള ഈ സംഗതിയിൽ അതെല്ലാം നിങ്ങളൊക്കെ സപ്താഹത്തിൽ വായിക്കുന്ന ആൾക്കാരാണ്, കുറേ കാലങ്ങളായിട്ട് സപ്താഹങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കപിലോപദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ അത്ര വലിയ ആളൊന്നുമല്ല. എന്നാലും ചുരുക്കിയിട്ട് ഒരു കപിലോപദേശത്തിൻ്റെ ഒരു ഭാഗം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവഭൂതി അമ്മ ഒരു ദിവസം മകനായിട്ടുള്ള കപില വാസുദേവനോട് പറഞ്ഞു, മകനെ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലം കൊണ്ടിട്ട് ഇന്ദ്രിയങ്ങളെ തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാധിക്കണില്ല. എന്നാലോ ഇന്ദ്രിയങ്ങളെ കൂടുതൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മകനോട് പറഞ്ഞിട്ടുണ്ട്, കപിലവാസുദേവൻ പറഞ്ഞ ഭഗവാനാണെന്ന് അറിയാം. ഇവിടെ ആ ഇന്ദ്രിയങ്ങൾ എന്നെ കൂടുതൽ കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഈ സുഖദുഃഖങ്ങളൊക്കെ ഞാൻ കുറെ അനുഭവിച്ചു. അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ ഇന്ദ്രിയ സുഖങ്ങളെയെല്ലാം നമ്മൾ സ്വീകരിച്ചതിന് ശേഷം ആ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. അത് മാത്രമല്ല, ആ ദുഃഖം ശോകങ്ങളൊക്കെ നമ്മൾ അടക്കി കുറെ നോക്കിയാലും അത് കൺട്രോൾ നമുക്ക് കിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് എൻ്റെ ശരീരമൊക്കെ ക്ഷീണിച്ചു, വയസ്സായി പോയി. ഈ ഇന്ദ്രിയങ്ങൾ കൂടുതൽ ഇനി ചപലങ്ങളാകാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ചെറുപ്പകാലത്തിലൊക്കെ നമ്മളൊക്കെ അറിയും, വയസ്സാകുമ്പോഴും നമുക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൂടുതൽ ചെയ്യുക, കുറേ എല്ലാം ചെയ്യുന്നുള്ള ഭാഗമാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ കൂടുതൽ ചപലങ്ങളായിട്ടുള്ള ആ കാലത്ത് അവയെ ലാളിച്ചാൽ ഒരു പ്രയോജനം ഇല്ല എന്ന് എനിക്ക് ബോധ്യമായി. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആ അമ്മ കപിലവാസുദേവനോട് ചോദിക്കുന്നത്. എന്ത് ചെയ്താലാണ് എനിക്ക് മനസ്സമാധാനം കിട്ടുക എന്നുള്ള ചോദ്യം ആ കപിലവാസുദേവനോട് ദേവഭൂതി അമ്മ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പം കപിലൻ പറയുകയാണ്, അമ്മേ, ഈ ജീവിതം
അപ്പോൾ ഒരു ജീവിതത്തിനെ നമ്മൾ കാണുമ്പോൾ ആധ്യാത്മിക ഭാവത്തിലും ലൗകിക ഭാവത്തിലും നമ്മൾ ജീവിതത്തിനെ കാണണം. അതിൽ ഈ അമ്മേ ഈ ആധ്യാത്മിക ജീവിതം കൊണ്ട് മാത്രമേ മനസ്സമാധാനം കിട്ടുള്ളൂ. ലൗകിക ജീവിതങ്ങളെ കൊണ്ട് അത് കിട്ടില്ല. കാരണം എന്തെങ്കിൽ ഈ ത്രിഗുണങ്ങളുടെ സങ്കലനമാണ്. 3 ഗുണങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സത്വം രസം തപസ് പറഞ്ഞിട്ടുള്ള 3 ഗുണങ്ങളുടെ ആ ഒരു കൂടിച്ചേരലാണ് എന്ന് പറയുന്നത് അന്ധകരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്കൊക്കെ അറിയാം എന്താ ഈ അന്ധകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ നമ്മൾ വാക്കുകൾ കേട്ടിട്ടുണ്ട്. ആ വാക്കുകളിൽ കേട്ടിട്ടുള്ളതിനെ നമ്മളൊന്ന് വിശദീകരിച്ച് എടുക്കാനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കപിലോപദേശം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് നമുക്ക് ഓരോരോ കാര്യങ്ങളുടെ ഓരോരോ അർത്ഥങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ത്രിഗുണങ്ങളുടെ സങ്കലനമാണ് അന്ധകരണം എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സങ്കലനം കാരണം കൊണ്ട് ത്രിഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സങ്കല്പിച്ച് അതാക്കിയ കാരണം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റില്ല. അന്ധകരണം എപ്പോഴും ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധി, അതുമാതിരി ഈ അഹങ്കാരം, ചിത്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഈ അന്ധകരണങ്ങളൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുടെ എന്താ ബുദ്ധി, എന്താണ് ഈ ഓർമ്മ, എന്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ എടുത്ത് നമുക്ക് ഓരോന്നൊക്കെ പറയാം. എന്തായാലും നിങ്ങളിപ്പോൾ കുറേ പത്രങ്ങൾ വായിച്ചു തീർന്നിരിക്കണം. കപിലോപദേശത്തിൽ വേണ്ടവരൊക്കെ അവർ തീർന്നുണ്ടോ നമ്മൾ അതിൻ്റെ എന്തായാലും കാരണം കൊണ്ട് കുറച്ച് പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അന്ധകരണത്തിന് ദുഃഖം മാത്രമേ എന്തുണ്ടാകുന്നത് വിദ്യുവാണേ ആദ്യം മനസ്സിലാക്കും. അന്ധകരണങ്ങളെ കൊണ്ട് നമുക്ക് ഉപയോഗം എന്താ, ദുഃഖം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആ ദുഃഖത്തിലൂടെയുള്ള യാത്രയാണ് ലൗകിക ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള യാത്ര. അപ്പോൾ ആത്മീയ ജീവിതം വേണോ ലൗകിക ജീവിതം വേണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടതാരാണ്? അത് നമ്മളാണ്. അത് കാരണം അതുകൊണ്ട് എപ്പോഴും ആത്മീയ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ ആ വഴി തിരിച്ചുകൊണ്ട് വിടണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ അവസ്ഥയ്ക്ക് രക്ഷ നേടാൻ നമുക്ക് ഈശ്വരൻ മാത്രമേ നമ്മളുടെ കൂടെ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞ സാധനം, ഈ മനസ്സ് സ്നേഹമുള്ള മനസ്സിൽ ആ ലയിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. നമ്മൾ അങ്ങനെയുള്ളൂ. നമ്മുടെ മനസ്സ് നമുക്ക് ഗുണം ഉണ്ടാകുന്നതിന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ദോഷങ്ങളുടെ മനസ്സ് നിൽക്കില്ല. അപ്പോൾ ഒരു മനസ്സ് സ്നേഹമുള്ള മനസ്സിനെ ലയിച്ചുകൊണ്ടേ എപ്പോഴും ഇരിക്കും. അപ്പോൾ ആ മനസ്സിൽ ആ ഈശ്വരനെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മനസ്സ് ത്രിഗുണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വേണം? മനസ്സിൻ്റെ ഉള്ളിൽ, മനസ്സെന്ന് പറയുന്നുണ്ടെങ്കിൽ വലിയൊരു ഇതാണ്. അത് ഏകാദശത്തിൽ പറയുന്നുണ്ട്. നവയോഗങ്ങളിൽ മനസ്സ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നത് അത് 7-ാം ദിവസം നമുക്ക് പറയാം. അപ്പോൾ ഈ മനസ്സിനെ ത്രിഗുണങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളത് ഭക്തി ഉണ്ടാക്കണം. അമ്മേ എന്നാ പറയുന്നത്. ആ ഭക്തി കൊണ്ട് മനസ്സ് എന്തായിട്ടുണ്ടെങ്കിൽ ഈ ഗുണങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? ഈശ്വര മഹിമകളെ കേൾക്കുക. അമ്മേ ഈശ്വര മഹിമകളെ കേട്ടിട്ട് അതിനെ കീർത്തിക്കുക, അതിനെ ജപിക്കുക, ഭഗവാനെ ധ്യാനിക്കുക, പൂജിക്കുക, നമസ്കരിക്കുക, സജ്ജന സംസർഗങ്ങൾ ചെയ്യുക, ഈ ഈശ്വര വിശ്വാസമില്ലാത്ത നാസ്തികന്മാരിൽ നിന്ന് അകന്നു നിൽക്കുക. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഈശ്വര പ്രേമം വളരും. അപ്പം ഈശ്വര പ്രേമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വഴികളാണ് പറഞ്ഞത്? ഭഗവാന്റെ ആ മഹിമകളെ കേൾക്കുക, ഭഗവാന്റെ മഹിമകളെ കീർത്തിക്കുക, നാമം ചെല്ലുക, ഭജന ചെല്ലുക, പൂജിക്കുക, വീണ്ടും വീണ്ടും നമസ്കരിക്കുക, സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകൂടുക. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മേ ഇതുണ്ടാവും, ഈ ഈശ്വര പ്രേമങ്ങൾ വളരും. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ഒരു അടക്കമുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞത്. അത് കാരണം ആ ഭക്തിയോഗത്തെ പറ്റിയിട്ടാണ് ഭഗവാൻ ആദ്യം പറഞ്ഞു കൊടുത്തത്. പിന്നെ സാഖ്യയോഗത്തെ പറ്റിയിട്ട് ഭഗവാൻ, അതായത് കപിലവാസുദേവന്റെ സാഖ്യയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടി എങ്ങനെ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് സാഖ്യ പറയേണ്ടായി. സൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാഖ്യയോഗത്തിൽ ഈ പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും അവയെ ഗ്രഹിക്കേണ്ട ജ്ഞാനേന്ദ്രിയങ്ങളും അവയെ ചലിപ്പിക്കുന്ന പഞ്ചപ്രാണങ്ങളും എന്താ ഈ 24 തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ എന്താ പറയുക ഗുണങ്ങളും അങ്ങനെ ഓരോന്നായിട്ട് 24 തത്വങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുക. അതായത് ഈ ജഡങ്ങളായിട്ടുള്ള നമ്മുടെ ശരീരം, അതായത് ഈ നമ്മൾക്ക് ഈ ജീവൻ ഉള്ളിടത്തോളം കാലം ആ
ജഡമായ ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യും? പ്രപഞ്ചത്തിലെ ദേവി, അതായത് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന പ്രപഞ്ച വസ്തുക്കളെ, പഞ്ചഭൂതങ്ങളെ നമ്മൾ സ്വീകരിച്ചും കൊണ്ട് ആ 24 ഗുണങ്ങളിൽ നിന്നുകൊണ്ടാണ് ജീവൻ നിലനിൽക്കണമെന്നാണ് പറയുന്നത്. ആ ജീവൻ അങ്ങനെ ആ 24 ഘടകങ്ങളെ സ്വീകരിച്ചും കൊണ്ട് അത് ഞാനാണ് എന്ന ആ ഭാവത്തിലൂടെ ആ അവയുടെ ധർമ്മങ്ങളെ തൻ്റെ ധർമ്മങ്ങളായിട്ട്, പഞ്ചഭൂതങ്ങളുടെ ധർമ്മങ്ങളെ തൻ്റെ ധർമ്മങ്ങളായിട്ട് ആ ജീവൻ സ്വീകരിച്ചും കൊണ്ട് അമ്മേ ആ ഒരു മനുഷ്യൻ ദുഃഖിയായിട്ട് കഴിയുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ അന്ധകരണത്തിൽ കട്ട പിടിച്ച് കിടക്കുന്ന ഈ രജസ്, തമസ്, അതുമാതിരി സത്വം പറഞ്ഞിട്ടുള്ള ആ ഗുണങ്ങളിൽ നിന്ന് അത് മുഴുകി അത് അജ്ഞാനിയായിട്ട് ആ ജീവൻ നാനാ യോനികളിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അമ്മയോട് പറയണത്. അതുകൊണ്ട് താൻ ആത്മാവെന്നോ സാക്ഷിയായിരിക്കുന്ന ഭഗവാനെയോ അറിയാതെ ജീവൻ എപ്പോഴും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കാര്യം വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രാണി നമ്മളുടെ ബുദ്ധിക്ക് തരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സൊക്കെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബുദ്ധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ സഹസ്രനാമൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്, 1000 നാമങ്ങളൊക്കെ ആ നമ്മളെല്ലാം കേട്ട് പഠിച്ചിട്ടുള്ളതാണ്, അല്ലാണ്ട് വായിച്ച് പഠിച്ചിട്ടുള്ളതല്ല. എല്ലാവരും നമ്മൾ ഒരു 10 സഹസ്രനാമം ഒരുമിച്ച് ചെയ്ത് നോക്കൂ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ നാമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളെല്ലാം ന്യൂട്ടൻ്റെ തിയറിയോ അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെയെങ്കിലും ന്യൂട്ടൻ്റെ തിയറി പറയാൻ അതെനിക്ക് ഓർമ്മ വന്നോളുന്നില്ല. പക്ഷേ നമ്മൾ പഠിച്ച സഹസ്രനാമങ്ങൾ അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരി ഫോർവേഡായിട്ട് ആ ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഈ താൻ ആത്മാവെന്നോ ആ സാക്ഷിയായിരിക്കുന്ന ഭഗവാനെയോ അറിയാതെ ജീവൻ കഷ്ടപ്പെട്ടുകൊണ്ട് പോയിരിക്കും. അതായത് ജനിക്കുമ്പോഴും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും ആ മരണശേഷവും അമ്മേ എല്ലാം ദുഃഖം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസത്യങ്ങളായിട്ടുള്ള ഈ നാമരൂപങ്ങളിൽ സത്യത്തെ ബുദ്ധിയോട് കൂടിയിട്ട് ആ നമ്മൾ കഴിയുമ്പോൾ അവിടെയാണ് സുഖങ്ങളും വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്ന പറയുന്നത്. അതാണ് സംയോഗത്തിൽ അത് പറയുകയാണ് ഈശ്വരൻ്റെ ഇച്ഛയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ ഈശ്വരനോട് ചേർന്നിരിക്കുന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി, ആ മഹത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടായി. അങ്ങനെ അഹം തത്വം, അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹം തത്വം, ആ അഹം തത്വത്തിൽ നിന്ന് ഗുണങ്ങളുണ്ടായി. ഈ ഗുണങ്ങൾ അഹം തത്വത്തിൽ നിന്ന് ഒരുമിച്ച് ചേർന്നപ്പോൾ സത്വഗുണമായിട്ടുള്ള അഹം തത്വം ഉണ്ടായി. അങ്ങനെ രജോഗുണ അഹങ്കാരം, സത്വഗുണ അഹങ്കാരം, തമോഗുണ അഹങ്കാരം എന്ന രീതിയിലൊക്കെ തത്വങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സത്വഗുണ പ്രധാനത്തിൽ നിന്നാണ് അന്ധകരണങ്ങളും മനസ്സും ബുദ്ധിയും ചിത്തം അഹങ്കാരം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേവന്മാരും അന്നുണ്ടായി പറഞ്ഞു കൊടുക്കുകയാണ്. രജോഗുണത്തിൽ നിന്നാണ് അസുരന്മാരും ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായത്, പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. തമോഗുണത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം സൃഷ്ടിയുടെ ബ്രഹ്മദേവന്റെ സൃഷ്ടി പറഞ്ഞ എല്ലാവരും അത് സൗരകാല മഹർഷിമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവയെല്ലാം ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളെയെല്ലാം കാലമാകുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അത് ആ പ്ലാറ്റ്ഫോമിൽ ചലിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു അണ്ടമായിട്ട് കുറേ കാലം കടന്നു. അങ്ങനെ ആ അണ്ടത്തിൽ ഈശ്വരചൈതന്യം വന്നപ്പോൾ അത് വിരാട് സ്വരൂപമുണ്ടായി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ സാങ്കേശാസ്ത്രത്തിനെ പോയിട്ട് അങ്ങനെ ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ കപിലവാസുദേവൻ ഉണ്ടായത്. അതിനെ എല്ലാത്തിലും ത്രിഗുണമയമായിട്ടുള്ള പ്രപഞ്ചം രൂപം കൊണ്ടു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ഈ അന്ധകരണത്തിൽ ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളെ കൊണ്ട് ആ രാഗാദി വികാരങ്ങളും കർമ്മവാസനകളൊന്നും അതെല്ലാം അതിനെ വിട്ടുമാറില്ല എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഈശ്വരബന്ധം നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളും യോഗസാധനകളും ആ ചെയ്തുകൊണ്ട് മനസ്സിനെ അവയിൽ നിന്നെല്ലാം അകറ്റി പഞ്ചഭൂതങ്ങളുടെ ആ വികൃതിയിൽ നിന്ന് എല്ലാറ്റിനെയും അകറ്റി മാറ്റിക്കൊണ്ട് ആ ശുദ്ധമായിട്ട് ആ മനസ്സിനെ ആ ഭഗവാന്റെ പാതാരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ അന്ധകരണം ശുദ്ധിയാകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്താ പറയുക സാധ്യയോഗ ശാസ്ത്രത്തെ പറ്റിയിട്ട് വളരെ ചുരുക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ രാജയോഗത്തെ പറ്റിയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതായത് ഈ ധർമ്മനിഷ്ഠ എന്താ ഈ ധർമ്മം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ധർമ്മം എന്താതൊക്കെ ഈ ധർമ്മനിഷ്ഠ ഉള്ള ആൾക്ക് മാത്രമേ ഈ ആധ്യാത്മിക സാധനയിൽ നമുക്കൊരു ധർമ്മം വേണം.
ധർമ്മനിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലായാലാണ് എന്താ ഈ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഒരാൾക്ക് വിജയം കൈവരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആധ്യാത്മിക സാധനയിൽ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ധർമ്മനിഷ്ഠ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ അധർമ്മമില്ലാത്ത അതായത് ധർമ്മനിഷ്ഠമായ ഒരു ജീവിതം നമ്മൾ ആദ്യം നമുക്ക് ഉണ്ടാവണം. അധർമ്മത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാണ്ട് ആ ധർമ്മത്തിൽ കാലൂന്നി കൊണ്ട് വേണം നമ്മുടെ ജീവിതചര്യ തുടങ്ങണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ആദ്യം ധർമ്മനിഷ്ഠ നമുക്ക് ഉണ്ടാവണം. അതുണ്ടാവാൻ എന്ത് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആചാര്യന്റെ കീഴിൽ യോഗ സാധനങ്ങൾ ചെയ്യണം. അതിൽ ധ്യാനമാണ് യോഗത്തിന്റെ ധർമ്മം. ആ ധ്യാനം ഉണ്ടാകുന്നത് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞിട്ടുള്ള 8 അംഗങ്ങളുള്ള ആ യോഗ സാധനങ്ങളെ പറ്റിയിട്ട് ഭഗവാൻ വിശദീകരിച്ചുകൊണ്ട് ആ കാലികവാക്യാനത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തിനായി യോഗാഭ്യാസം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനത്തിന് തടസ്സം നിൽക്കുന്നതിനെ അകറ്റാനാണ് യോഗാഭ്യാസം ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മൾ പ്രാണായാമം ചെയ്യുന്നുണ്ട്. ആ പ്രാണായാമത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. ശ്വാസം പിടിച്ച് പ്രാണായാമം ചെയ്യുമ്പോൾ ആ ധ്യാനത്തിന് തടസ്സങ്ങൾ പ്രാണായാമത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ യോഗ സാധനങ്ങൾ ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഈ അകത്തുണ്ടാകുന്നതും പുറത്തുണ്ടാകുന്നതുമായിട്ടുള്ള തടസ്സങ്ങളിൽ പിന്നെ യമം നിയമം ആസനം പറഞ്ഞിട്ടുള്ള അഭ്യാസങ്ങളിലൂടെ ആ പഞ്ചഭൂത വിഷയങ്ങളും നിയമങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെയും ആസനങ്ങളെ കൊണ്ട് ശരീരത്തിൻ്റെ പുറത്തും പ്രാണൻ, മനസ്സ്, ബുദ്ധി ഇവയൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ആ പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ പറഞ്ഞിട്ടുള്ള അവയൊക്കെ എല്ലാം ചെയ്തതിന് ശേഷം അവയൊക്കെ ഉപേക്ഷിക്കും വേണം. എന്നാലാണ് ആ ഭഗവാനിലേക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക കപിലവാസുദേവൻ അമ്മയ്ക്ക് ആ അഷ്ടാംഗ യോഗങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഭഗവാൻ ഫലപ്രഭാവത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടായി. അതായത് ആ മനുഷ്യൻ ആ നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കളെ എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ കാലങ്ങൾ തല്ലി പൊട്ടവർക്കും അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സുള്ളവൻ മനുഷ്യൻ എന്ന് പറയുക. അതായത് വിശേഷ ബുദ്ധിയുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവന് മാത്രമേ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ട അതിൻ്റെ ടേസ്റ്റുകൾ അറിയുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതാ പറയുന്നത്. അങ്ങനെ യൗവനാവസ്ഥയിൽ അവൻ്റെ ആ ഉള്ളിൽ ഉറങ്ങിക്കടന്നിരുന്നിട്ടുള്ള ആ ആശാബീജങ്ങളൊക്കെ പൊട്ടിത്തഴച്ചുകൊണ്ട് 1000 പ്രതീക്ഷകളോടെ സംസാരത്തിൽ ഇങ്ങനെ മുങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. എപ്പോഴും അതാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ ആവശ്യമുള്ള കാലം എന്ന് പറയുന്നത്. ആ ചെറുപ്പകാലത്തിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു വെച്ചോ അത് കാലാകാലത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു സംസ്കാരമായിട്ട് വരും. അത് ഋഷഭദേവൻ തൻ്റെ 3 മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന സംസ്കാരത്തിനെ പറ്റിയിട്ടുള്ള അധ്യായങ്ങളൊക്കെ ഭാഗവതത്തിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാ പറയുന്നത് താൻ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? താൻ എന്തിനാണ് ജനിച്ചത് എന്ന ചിന്തയില്ലാതെ നമ്മൾ എന്തിനാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതോദ്ദേശം? നമ്മുടെ ജീവിതോദ്ദേശം ഭഗവാനിലേക്ക് എത്തണം. എന്താണ് ആവശ്യം? നമുക്കൊക്കെ എല്ലാവരും ചോദിച്ചാൽ എന്തിനാണ് നമ്മൾ ഈശ്വരനെ പ്രാപിക്കാൻ പോകുന്നത്? വ്യക്തമാണെന്ന് പറയും നമ്മുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. എന്താ ഈ മോക്ഷം എന്ന് പറഞ്ഞാലല്ലേ മോക്ഷത്തെ പറ്റി എന്താ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? മോക്ഷം എന്ന് പറഞ്ഞാൽ അതെന്ന് പറയും. എന്താ ഈ മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹങ്ങളുടെ ക്ഷയത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മോഹങ്ങൾ നമുക്ക് ആഗ്രഹങ്ങളില്ലാതെ തീർക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം ഓരോരോ സെക്കൻഡിലും നമുക്കിങ്ങനെ ആ ആഗ്രഹങ്ങൾ എവിടുന്നാണ് ഈ ആഗ്രഹങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമാണ്. എങ്ങനെയാണ് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതാക്കുന്നത്? അപ്പോൾ വാർദ്ധക്യം വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണമേ മനുഷ്യന് വാർദ്ധക്യം വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും അവനെ വേണ്ടാതെയോ. നമ്മുടെ ഭിക്ഷുവിതൊക്കെ നമ്മളിതിൽ വരുന്നുണ്ട്, ഭാഗവത്തിൽ വരുന്നുണ്ട്. ഭിക്ഷുവിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഗംഭീരമായിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഭിക്ഷുവിതയിലെ എങ്ങനെയാണ് ഒരു വയസ്സുകാലത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും ആ കഷ്ടപ്പാടുകളും അവൻ്റെ പശ്ചാത്താപങ്ങളെല്ലാം കൂടിയിട്ട് അവിടെയൊക്കെ ഇതിനാണ് നമ്മൾ ഭാഗവതം പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ വാർദ്ധക്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മാതിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആരും വേണ്ടാതെ ആകുമ്പോൾ അവൻ എന്തും ചെയ്യുകയാണെങ്കിൽ അവൻ താൻ ചെയ്ത തെറ്റുകൾ ഇരുന്ന് ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ ഞാനാണ് വീരൻ, ഞാനാണ് വലിയ ആള്, കൊലകൾ നടത്തിയിട്ടുള്ള ആളൊക്കെ ആ പശ്ചാത്താപം കൊണ്ട് വയസ്സായ കാലത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കും എന്നാണ് പറഞ്ഞത്.
അഭിമാനത്തിനെ വെറുതെ കളഞ്ഞു കുടിച്ചില്ലേ? ഈ വയസ്സാം കാലത്ത് ഇപ്പം നമ്മളെന്നെ നമ്മളെ കുറ്റം പറയുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് അറിയാണ്ട് തന്നെ നമ്മളോട് തന്നെ ഒരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അതൊക്കെ അങ്ങനെ നമ്മളോട് ഇപ്പോൾ നമ്മൾ പറയാം, അതിനെ നമ്മുടെ ഒരു പേര് പറയാം, അൽഷിമേഷ്യസ് എന്ന് പറയുന്ന ഒരു പേരൊക്കെ പറയാൻ വേണമെങ്കിൽ ഇപ്പം മോഡേൺ സയൻസ് പ്രകാരം ഒരു പേരൊക്കെ പറയാം. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിമെൻഷ്യ അൽഷിമേഷ്യസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കഴിവിനെ വിമർശിച്ചുകൊണ്ട്, അതിൻ്റെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, തൻ്റെ കഴിവുകളെ വിമർശിച്ചുകൊണ്ട് താൻ ഒരു അപകർഷതാബോധത്തോടു കൂടിയിട്ട് താൻ ചെയ്ത കർമ്മങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താലും ചീത്ത കാര്യങ്ങൾ ചെയ്താലും അതിനെ ഓർത്തോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് തൻ്റെ മനസ്സിനെ ചെറുതാക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഈ അൽഷിമേഷ്യസ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ വയസ്സായ ആൾക്കാർക്ക് കൂടുതലുള്ള അസുഖമാണ്. കാരണം അത് കാരണം കൊണ്ട് വയസ്സായാലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അമ്മമാരൊക്കെ ഞാൻ സ്റ്റേജിൽ വരാൻ പോകട്ടെ, നിങ്ങളുടെ മനസ്സിനെ ഒരിക്കലും നിങ്ങൾ തളർത്തരുത്. എപ്പോൾ നമ്മുടെ ഭഗവാന്റെ പാദങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാവുന്നത്? അതിനാണ് ഈ ഭഗവത്ഗീതയൊക്കെ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ആരെങ്കിലും അച്ഛൻ പണ്ടത്തെ ഇത് പറയും, ഇതിപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ അച്ഛനമ്മമാർക്ക് വയസ്സൊക്കെ ആയി, അവർ നോക്കാനൊന്നും ആൾക്കാരൊന്നും ഇല്ല, മകൻ കിടക്കുന്ന വേറെ വല്ലയിടത്താവും, മകൾ കിടക്കുന്ന വേറെ വല്ലയിടത്താവും, ഭാഗം വയ്ക്കുമ്പോൾ പറയുക അച്ഛനെ നീ കൊണ്ടുപോകണം, 6 മാസം കൊണ്ടുപോകണം, അല്ലെങ്കിൽ അമ്മയെ നീ 6 മാസം കൊണ്ടുപോകണം. അങ്ങനെ കടന്നിട്ടുള്ള ഈ കഷ്ടപ്പാടുകൾ അതിലേക്കൊന്നും ചിന്തിക്കാതെ അവരെ കാര്യങ്ങൾ നോക്കാതെ ഈ ഇന്ദ്രിയ ശക്തികളുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ സ്വീകരിക്കാനുള്ള ശക്തി ഒരു 80 വയസ്സാകുമ്പോഴേക്കൊക്കെ അതില്ലാണ്ട് എന്താ പറയുന്നത്. അങ്ങനെ ആ ശക്തി ഇല്ലാണ്ട് എന്താണെന്നുണ്ടെങ്കിൽ വിവേകങ്ങൾ നശിച്ചു പോകും. വിവേകങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത രോഗങ്ങളൊക്കെ നമ്മളെ ആക്രമിച്ചും കൊണ്ടിരിക്കും. അങ്ങനെ ആദിയും വ്യാധിയും ഉണ്ടാവും, അതായത് പശ്ചാത്താപം ഉണ്ടാവും. അതുകൊണ്ട് ഭയന്ന് പരിഭ്രമിച്ചും കൊണ്ട് ഇങ്ങനെ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഭഗവാനെ മറന്നു പോകുന്ന പറയുന്നത്. അതായത് ഇങ്ങനത്തെ ഈ വയസ്സാം കാലത്ത് നമുക്ക് കുറേ ആൾക്കാരുണ്ട്, ഒരു 70-85 വയസ്സ് വരെ ഭയങ്കര ഭക്തനായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഭക്തനായിട്ട് എന്ന് പോയിട്ട് എപ്പോൾ നോക്കിയാലും രാമായണം ഭാഗവതം ഒക്കെ വായിച്ചുകൊണ്ടിരിക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആ അപകർഷതാബോധം, താൻ എൻ്റെ ലൈഫിൽ ഒന്നും നേടിയിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലാണ് കയറി കൂടിയോ കഴിഞ്ഞു. ഭഗവാനെ പറഞ്ഞു കുറ്റാല്ല, ഭഗവാനെല്ലാം കുറ്റം. നമ്മളുടെ പ്രവർത്തികളും നമ്മളുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിമെൻഷ്യയും അൽഷിമേഷ്യസിൻ്റെ അസുഖങ്ങളെ കൊണ്ട് ഡോക്ടർമാർക്ക് കാശ് കൊടുക്കേണ്ട. അപ്പോൾ ഒരിക്കലും വയസ്സായ ആൾക്കാരെ ഒരിക്കലും ചീത്ത പറയരുത്. അവരുടെ ബോധത്തിലല്ല അവർ സംസാരിക്കുന്നത്. അവര് ഏതൊരു വേൾഡിലാണ്. എന്താ വേൾഡ്? അവരുടെ പശ്ചാത്താപം മാത്രമാണ് അവരുടെ വേൾഡ്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എൻ്റെ ലൈഫ് ഇല്ലാതെയായി പോയില്ലോ, ഞാൻ പൈസ ഉണ്ടാക്കേണ്ട കാലത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഭാഗവതം വായിക്കേണ്ട കാലത്ത് ഭാഗവതം വായിക്കാൻ പറ്റിയില്ലല്ലോ, ഭഗവത്ഗീത ക്ലാസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച മനസ്സിനെ ഇങ്ങനെ കടന്ന് പിടിച്ച് ഒലച്ച് എന്തുണ്ടാവും? താൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയുണ്ടാവാത്ത രീതിയിലാണ് ഇന്നത്തെ കാലത്ത്. ഇതൊക്കെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാരണവശാലും. അതായത് നമ്മൾ പറയുന്നുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്നത്. എന്തായി മാതാപിതാ ഗുരു ദൈവം? എന്തിനാ അമ്മയ്ക്ക് ആദ്യം സ്ഥാനം കൊടുത്തത്? എന്തിനാ അമ്മയ്ക്ക് സ്ഥാനം കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ആപ്തവാക്യം എല്ലാവർക്കും അറിയാം. അതായത് മാതാവാണ് ഏറ്റവും പ്രധാനം, അമ്മയാണ്. അപ്പോൾ എപ്പോഴും സാധാരണ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാമുകിയോട് പറയും എന്താ ഏട്ടാ എനിക്ക് വാങ്ങിച്ചു തരാന്ന് ചോദിക്കും. ഇല്ലേ, കാമുകിയോട് എന്താ ഏട്ടാ വാങ്ങിച്ചു തരാൻ ചോദിക്കും. അതിപ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിക്കും നിങ്ങൾ എനിക്കൊന്നും വാങ്ങിച്ചു തരാറില്ല, ഇതുവരെ എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കില്ലേ. എന്നൊരു അമ്മയാണെന്നുണ്ടെങ്കിലോ എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്? 3 ഗുണങ്ങളില്ലേ, ത്രിഗുണങ്ങളില്ലേ? അതായത് ഒരു കാമുകി വന്ന് കാമുകനോട് പറയുമ്പോൾ രജോഗുണ ഭാവത്തോട് കൂടിയിട്ട് എന്താ എനിക്ക് വാങ്ങിച്ചു തരിക, ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ ഭാര്യയാണെന്നുണ്ടെങ്കിലോ ആ അധികാരത്തിന്റെ മുകളില് ഇതുവരെ നിങ്ങൾക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. എന്താ ഇത് വാങ്ങിച്ചു തീർക്കുന്നത്? എത്ര സാരി വാങ്ങിച്ചു കൊടുത്താലും പറയും എനിക്കെന്താ വാങ്ങിച്ചിരുന്നത് ഇല്ലേ. അതാ പറഞ്ഞത് തമോ ഗുണ ഭാവത്തോടെയാണ് കുടുംബജീവിതം കഴിക്കുമ്പോൾ എപ്പോഴും. എന്നാൽ സാത്വികപരമായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വേഷ്ടി കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഓണത്തിന് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ആദ്യം അമ്മ പറയും എന്തിനാ കുട്ടി ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ഇഷ്ടം മാതിരി ഇല്ലേ എന്ന രീതിയിൽ ഭാര്യ പറയുമോ? ഇല്ല.
ഒരു കാമുകി പറയോ? ഇല്ല. അപ്പോ അത് അത് കാരണം കൊണ്ട് ആ അമ്മ 10 മാസം ചുമന്നുകൊണ്ട് ആ കുട്ടി വലുതാകുന്നതോ അത് ഇതിൽ പറയുന്നുണ്ട്. എന്താ പറയുക, മാതൃവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ അമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കാരണം ഒരിക്കലും അമ്മമാരുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് 1ാം സ്ഥാനം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദേവി ഭാഗവത്തിലൊക്കെ നമ്മൾ പറയും, ദേവി ഭാഗവത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെയാണ് പ്രാധാന്യത്തോടു കൂടി കാണുന്നത്. അതുമാതിരി ഇവിടെ അച്ഛനെന്നുണ്ടെങ്കിൽ അമ്മയാണ് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത്. അമ്മയാണ് അമ്മ പറയാണ്ട് അച്ഛ അവൻ വിളിക്കും കുട്ടി എന്ന് പറയുമ്പോൾ മാത്രമേ കുട്ടി അച്ഛനെ നോക്കിയിട്ട് വിളിക്കും. ചെറിയ കുട്ടിയാവുമ്പോ അച്ഛ വിളിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ആരാണ്? അമ്മയാണ്. ആ കുട്ടി നല്ല അച്ഛനാണ് കേട്ടോ എന്ന് പറയുന്നത് ആരാണ്? അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് കാരണമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത് അമ്മയാണ്. ആ അമ്മ എന്ത് ചെയ്യണോ? അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു. അതാണ് മാതാവ് ആദ്യം, രണ്ടാമത് അച്ഛനെ കാണിച്ചു കൊടുത്തു. ആ അച്ഛൻ എന്ത് ചെയ്യും? സ്കൂളിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ ആരാണത്? ഗുരു എന്താ ചെയ്യണത്? വെളിച്ചം കാണിച്ചു കൊടുക്കുന്നവനാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോ അമ്മ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു, അച്ഛൻ ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നു. ഗുരു ആരെ കാണിച്ചു കൊടുക്കും? ഈശ്വരനെ കാണിച്ചു കൊടുക്കും. ഇല്ലേ? നമ്മുടേത് 4 കാര്യങ്ങൾക്ക് അറിയുന്നുണ്ട്. മാതാപിതാ ഗുരു ദൈവം. അച്ഛൻ, അമ്മ, ഗുരു, ദൈവം. ഈ 4 കാര്യങ്ങളല്ല, അതിന് വലിയൊരു തത്വമാണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു, അച്ഛൻ ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നു, ഗുരുവാണ് ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ള പരമമായ സത്യത്തെ നമ്മൾ മനസ്സിലാക്കാതെ വെറും മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമയം വേസ്റ്റാക്കണം. അത് കാരണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താണ്? ആ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇതേമാതിരി തന്നെ അച്ഛനോടുള്ള അമ്മ പറഞ്ഞു കൊടുക്കണം, അച്ഛനെ സ്നേഹിക്കണം, അച്ഛനെ നമസ്കരിക്കണം. അതുമാതിരി അച്ഛൻ പറഞ്ഞു കൊടുക്കണം, ഗുരുവിനെ സ്നേഹിക്കണം, ഗുരുവിനെ നമസ്കരിക്കണം. അതുമാതിരി ഗുരു പറഞ്ഞു കൊടുക്കും, ഭഗവാനെ നമസ്കരിക്കണം, ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സുഖങ്ങളും ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഓരോന്നും കൂടിക്കൊണ്ട് വരുന്നത് മാത്രമേ കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് ഈ വീട്ടുകാരെ വയസ്സാം കാലത്തായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറയുണ്ടായി, ഇങ്ങനെ ഈ ഇരുന്നിരുന്ന് ഓരോന്ന് ആലോചിച്ച് അവരുടെ മനസ്സിനെ ചെറുതാക്കിക്കൊണ്ട് ആദിയും വേദനയും പശ്ചാത്താപങ്ങളും എല്ലാം കൊണ്ട് ഭയന്ന് പരിഭ്രമിച്ചും കൊണ്ട് ആ മരണത്തിൻ്റെ അടുത്ത് എത്തുന്നവരാണ്. അങ്ങനെയാണ്. അതാണ് അജാമിളാവസരത്തിൽ അജാമിളന്റെ കഥ പറഞ്ഞുകൊണ്ട് ആ കഷ്ടപ്പാടുകൾ സഹിച്ചും കൊണ്ട് അവസാനം നാരായണ എന്നൊരു ഭാഗം വിളിക്കുമ്പോൾ കേൾക്കണമെന്ന് മകനല്ല കേൾക്കുന്നത്. അതാ ആ ഒരു ഇങ്ങനെ ഭാഗവത്തിൽ ഓരോരോ കഥകളിലൂടെ ഇപ്പോ ഇത് അജാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അജാമിളൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? അജാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മായ എന്ന് അർത്ഥമുള്ളൂ. മിളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുകിയവൻ എന്നർത്ഥം. അപ്പൊ മായയിൽ മുഴുകിയവൻ ആരാണോ അവനെ അജാമിളൻ എന്ന് പറയും. നമ്മളൊക്കെ അജാമിളന്മാരല്ലേ? ചോദ്യം, നമ്മുടെ അജാമിളന്മാരല്ലേ? നമ്മുടെ അജാമിളന്മാരാണ്. അജയിൽ മുഴുകിയവനാണ് അജാമിളൻ എന്ന് പറയുന്നത്. അപ്പൊ ആ അജാമിളന്റെ കാര്യത്തിൽ അങ്ങനെ നമ്മളൊക്കെ അജാമിളന്മാരെ മാറി. അപ്പോൾ നമ്മളെന്താണ് 80 വയസ്സായി അജാമിളന്. അപ്പൊ 80 വയസ്സായി നമുക്കൊക്കെ 80 വയസ്സാകുമ്പോൾ നമ്മളൊക്കെ ഇതേമാതിരി താൻ ചെയ്ത കർമ്മങ്ങളും എന്താ ദുഷ്ടനായിരുന്നു അറിയാത്ത ചെറുപ്പകാലത്ത് അജാമിളൻ പറഞ്ഞിട്ടുള്ള വ്യക്തി ഇല്ലേ? വിശ്വാസികളുടെ സംസർഗം കാരണം കൊണ്ടും കുറെ കുട്ടികളൊക്കെ ഉണ്ടായി, കഷ്ടപ്പാടുകളെ ഉണ്ടാക്കി, അങ്ങനെ ആ ഇന്ദ്രിയ ശക്തികളൊക്കെ നശിച്ചു, വിവേകങ്ങളൊക്കെ ഇല്ലാതെയായി, രോഗങ്ങൾ ആക്രമിച്ചു കൊണ്ടിരുന്നു. അതിന്റെ രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പുരഞ്ചലോപാഖ്യാനത്തില് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേര് ചണ്ടവേഗന്മാര് വരും, ഒരു ജരാപർവ്വത്തിലുള്ള ഒരാൾ വരും എന്ന് പറയും. ആ ചണ്ടവേഗന്മാര് 60 വയസ്സ് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചുള്ളൂ. 60 ആക്കിയത് ഞാൻ കുറച്ചു 60 ആക്കി. പ്രായപൂർത്തിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചണ്ടവേഗം വരും. ആരാധിയോ? 2 പേരുണ്ട്. മുട്ടുവേദന പറഞ്ഞ സാധനം. മുട്ടുവേദന ഇല്ലാത്ത ഏതാളാണ് 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട് മുട്ടുവേദന. പിന്നെ വരും ഒരു ജരാ എന്ന് പറഞ്ഞ സാധനം. എന്താ ജരാ പറഞ്ഞാൽ? ജരാ നര പറഞ്ഞ 2 പേരുണ്ട്. ഒന്ന് തലയില്, ഒന്ന് വെളുത്ത മുടിയൊക്കെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ? അങ്ങനെ ജരാനരകളൊക്കെ ആ ഈ 2 പേരും അത് പുരഞ്ചലോപാഖ്യാനം അതിരസമായിട്ടുള്ള കഥയാണ്. അത് നമ്മൾ നോക്കട്ടെ, പറയാം. എന്തായാലും ഇങ്ങനെ നമ്മൾ ഈ വീട്ടുകാർക്കൊക്കെ എന്താ ഇങ്ങനെ മനുഷ്യൻ ജീവിച്ചും കൊണ്ട് അവൻ മരണവായു അവസാന ഘട്ടത്തിൽ മനുഷ്യന് മരണവായു ചലിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. മരണവായു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുനർജന്മം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനർജന്മം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഉണ്ടെന്ന് പറയും, ഇല്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതെന്ന് പറയില്ലേ. അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കണം. ഭാഗവതം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, കഥകൾ കേട്ടുകൊണ്ട് മാത്രം
ഇല്ല, കുറെ ജ്ഞാനങ്ങൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മരണമായി ചലിക്കാൻ തുടങ്ങുമ്പോൾ ശ്വാസം വിധി തുടങ്ങും എന്നാണ്. നമ്മളൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ ഓരോരുത്തരും നോക്കും, കാല് കളകുന്നുണ്ടോ ഇല്ലേ, മൂക്കിൻ്റെ അവിടെ കയ്യൊക്കെ വെച്ച് നോക്കുന്നത്. ഇത് മരിച്ചു പോയാൽ ഇരിക്കുന്നുണ്ടാകും. കാരണം കുറേ ഒരാളിങ്ങനെ കിടക്കുന്ന 5-6 മാസം കിടക്കാൻ നോക്കി നോക്കുമ്പോൾ 5-6 മക്കളുണ്ട് വിചാരിക്കുക. അവിടെ മക്കളല്ലേ പറയും, നാളെ നീ നോക്കിക്കോട്ടോ, അതെന്നാ ഞാൻ വരാട്ടോ, അതെന്നാ ഞാൻ വരാട്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ല. എന്താ ചെയ്യണമെങ്കിൽ ഇത് ജീവൻ പോകില്ല, അങ്ങനെ കിടക്കുന്ന മനുഷ്യന്മാർ കിടക്കുന്ന പറയുന്നത്. അങ്ങനെ ശ്വാസം വലിയൊക്കെ ഇതാക്കി തൊണ്ടയിൽ ശ്വാസമൊക്കെ തടയും, ശ്വാസം കിട്ടില്ല. അപ്പോൾ എവിടെ സൗണ്ടൊക്കെ ആയിട്ട് കേൾക്കും. കഷ്ടമാണോ ഈ വയ്യാത്ത ആൾക്കാരുടെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കൂ. അങ്ങനെ ഇതാരൊക്കെ ഉണ്ടാക്കിയത്? അവനവൻ്റെ അസുഖങ്ങൾ ആരാ വെറുതെ ഉണ്ടാക്കിയത്? അവനവൻ തന്നെയാണ്. ഈശ്വരനെ പറഞ്ഞിട്ട് കാര്യമില്ല. കഷ്ടകാലം എന്ന് പറഞ്ഞ സാധനമില്ല, നല്ല കാലം മാത്രമേ. കഷ്ടകാലം ആരൊക്കെ? ഈ ദുഃഖങ്ങളെ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കഷ്ടകാലമുള്ളൂ. സുഖങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഭഗവാന്റെ കാര്യങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാലം മാത്രമേ ഉള്ളൂ. കഷ്ടകാലം വരുന്നത് അവനവൻ ഉണ്ടാക്കി വെച്ച കർമ്മത്തിന്റെ ഗുണങ്ങളെ കൊണ്ടാണ് കഷ്ടകാലങ്ങൾ വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കപിലവാസനെ പറയാണ്, അമ്മേ ഇങ്ങനെ മനുഷ്യൻ അതായത് ജീവിതത്തില് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോരുത്തർ ഇന്ദ്രിയശക്തികളെ നശിച്ച് രോഗങ്ങളെ കാർത്തനായിട്ട് കടന്നിട്ട് ശ്വാസം വിധിയാവുമ്പോൾ ശ്വാസം പോയി തൊണ്ടയിൽ പോയിട്ട് അടയും. അങ്ങനെ ജീവൻ കണ്ടു തുറച്ചും കൊണ്ട് ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ, നവദ്വാരങ്ങളുടെ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ എന്നാണ് പറയുന്നത്. അതാണ് കണ്ണ് പിടിക്കുമ്പോൾ എല്ലാവരും ആദ്യം ചെയ്യുക, കണ്ണ് പോയിട്ട് അടക്കാൻ നോക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറച്ചിട്ടാണ് ധരിക്കുക, എല്ലാവരും ധരിക്കുക. അതായത് കണ്ണടച്ചുകൊണ്ട് ആരും ധരിക്കില്ല. അത് ആ സമയത്ത് പോയിട്ട് അറിയാണ്ട് നമ്മൾ അടച്ചു വിടുന്നത് അങ്ങനെ കാണില്ല. അങ്ങനെ അപ്പം അതിനുശേഷം എന്താ വീട്ടുകാർ പോയിട്ട് ആ ശരീരം കൊണ്ടുപോയിട്ട് ഒന്നുകിൽ പുഴയിൽ പോയിട്ട് തീർത്ത് പോയിട്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ആ ശരീരത്തിൽ ആ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടുള്ള ജീവൻ ആ അന്തരീക്ഷത്തില് ശരീരത്തിനെ നോക്കിയിട്ട് ഇങ്ങനെ ലഭിക്കും. ജീവൻ പോയിട്ട് നോക്കുമ്പോ ആ ജീവൻ കാണും. എന്താ കാണുന്നത്? എന്നെ കൊണ്ടുപോയിട്ട് പണ്ടത്തെ കാലത്തിലെ കാരണന്മാര് ചെയ്തിട്ടുള്ളൂ. ആ ആവിക്കുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അവരെന്നെ മാവ് വെക്കും. ഇന്നത്തെ കുട്ടികൾ ഇന്ന് മാവാരും വെക്കില്ല. കാരണം ഇന്നിപ്പോ കൊണ്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമുക്ക് ഇത് കിട്ടും. പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ പണ്ടത്തെ മുത്തശ്ശി പറഞ്ഞിട്ട് ആ മാവിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് അമ്മമാരൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ മാവ് വയ്ക്കും. അവര് മരിച്ചു പോയാൽ ആ ഇതിന്റെ മുകളിൽ അവരെ ദഹിക്കാനുള്ളതാണ്. ഇനിയിപ്പോ നമ്മുടെ ആലിനെ എന്തിനാണ് നമ്മുടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്, എല്ലാവരും ആലിനെ മരം വെക്കുന്നുണ്ട്. ഇല്ലേ, ആലിനെ ചുറ്റും എന്തിനാ ആലിനെ ചുറ്റും 7 വട്ടം ചുറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആലിന്റെ പ്രസക്തി? അത് നമ്മൾ അറിയേണ്ടതല്ലേ. ഇപ്പൊ നമ്മൾ പോയിട്ട് സാധ കിട്ടുമ്പോ കാക്കി നോക്കി കയ്യിലെ എന്തിനാ കാക്കി നോക്കി? വേറെ പക്ഷികളൊന്നും ഇല്ലായിരിക്കാം അവിടെ. എന്തിനാ കാക്കി നോക്കി നമ്മൾ ഇതാക്കേണ്ടത്? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? ഇതല്ലേ ഭാഗവതം പഠിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന വസ്തുക്കളുടെ പിന്നിലുള്ള ആ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് വരുന്നത്. അതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ പറയാം. ഇതിന്റെ കാക്ക കൊണ്ടുപോയിട്ടുണ്ടാക്കണമെന്നുണ്ട്. അമ്പലത്തിൽ പോകുന്നുണ്ട്, പഞ്ചഭൂതങ്ങൾ അതായത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് പൂജിക്കുന്നുണ്ട്. എന്തായി പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുറേ കിട്ടിയിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കിട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ നില കിട്ടിയിട്ട് എല്ലാവർക്കും അറിയാം. അതൊക്കെ വരാം. അങ്ങനെ ഇത് അപ്പോൾ അമ്മയെ ഇങ്ങനെ വന്നിട്ട് പ്രേതം അത് ആ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കി വിലപിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതൊക്കെ ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ദാനം ചെയ്യണം, ധ്യാനം ചെയ്യണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നൊക്കെ മനുഷ്യ ഭാഗവതം പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതിനുശേഷം കണ്ടാൽ മരിച്ചതിന് ശേഷം വീട്ടുകാർ 16 ദിവസം ശ്രാദ്ധങ്ങൾ ചെയ്യും. അവരെന്നിട്ട് അവരെ എന്തിനാ ശ്രാദ്ധങ്ങൾ ചെയ്യുന്നത്? വീട്ടിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്കെ എളുപ്പമാണ്. പണ്ടത്തെ കാലത്ത് ഒരു പട്ടനാട്ടിൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ അവസാനത്തെ ദിവസം ഒരു ദിവസമേ ചെയ്യുള്ളൂ. ഒരു ദിവസം 14 പൊങ്ങല പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അല്ല കേട്ടോ. ഈ 14 ദിവസം ഇരുന്ന് ചെയ്യണമെന്നറിയാം. നമുക്കെന്നൊന്നും ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമുക്കൊക്കെ എൻ്റെ തലമുറയ്ക്ക് മുമ്പുണ്ട്. അപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ എൻ്റെ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പം 14 ദിവസം നമ്മൾ വേണ്ടപ്രയോഗങ്ങൾ അച്ഛനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ പറയാറുണ്ട്, ഈശ്വരൻ ദേവി ദേവത രണ്ടാണ് നമ്മൾ പറയാറുണ്ട്. ഭഗവാനും ഭഗവതി രണ്ടാണ് നമുക്ക് തോന്നലാണ്. രണ്ടും ഒന്നാണ്. അതാണ് ആ ഒരു ഭാവം, അതായത് അദ്വൈത ഭാവം, വിഭജിക്കാൻ പറ്റാത്തതാണ് ഈശ്വരൻ. സൃഷ്ടിയിൽ ഇന്നലെ പറയുണ്ടായി. അതായത് ദേവി ഈശ്വരനും ഈശ്വരിയും എങ്ങനെയാണോ ആ പാലില് നെയ്യ് അടങ്ങിയിരിക്കുന്നത്, അതുമാതിരി മോരടങ്ങിയിരിക്കുന്നത്
വെച്ചിരിക്കുന്നത് അതേമാതിരി അഭേദ്യമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയിട്ടാണ് അതിൻ്റെ ഈ ഭാഗവതം ഈശ്വരൻ നമ്മൾ കണ്ടില്ല. നമുക്കെന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ എത്ര ഫോട്ടോ ഉണ്ടാവും, എത്ര ദൈവങ്ങൾ ഉണ്ടാവുക ഇല്ലേ? ഇതിന് ഭാഗവതം എന്താ കേൾക്കണം, എന്താണ് ഈശ്വരന് ഒന്നേ ഉള്ളൂ. ആ ഈശ്വരനാണെങ്കിൽ ആ ഒന്നായിട്ടുള്ള ഈശ്വരന് ഭാവമില്ല, ഭേദമില്ല, രൂപമില്ല, ഒന്നുമില്ല. ഈശ്വരന്റെ രൂപം ആരാ? ഇതിരിക്കുന്ന കൃഷ്ണന്റെ രൂപം ഏതോ ആള് വരച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു രൂപമാണ്. ഈശ്വരൻ പറയാൻ പറ്റില്ല. ഈശ്വരന്റെ രൂപമില്ല, ഭാവമില്ല. പക്ഷെ ഇന്ന് അതൊക്കെ വേണ്ടേ? ഇന്ന് അമരങ്ങളൊക്കെ വേണ്ടേ? അതായത് ഈ പറഞ്ഞ ആത്മീയ ജീവിതത്തിലേക്കുള്ള വഴികളാണ് ഈ പറഞ്ഞ ഫോട്ടോവും പിക്ചറും രൂപം, ഭഗവാന്റെ രൂപങ്ങളും. ഭഗവാൻ എങ്ങനെ നമ്മളെങ്ങനെ ദേവന്മാരെ കാണാം, അവര് ഭൂമിയിൽ നടന്നോടില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും നമ്മൾ പിന്നാലെ പോയിട്ട് ഉണരുന്നു കേട്ടോ. അതൊക്കെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഒറ്റ ഭാവേ പാടുള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് ഞാനാകുന്നു. തത്വമസി. എന്താ തത്വം? തത്വം അസി. തത് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്തൊരു സാധനം. എന്താ പറഞ്ഞത്? ഇല്ലാത്തൊരു സാധനം. തത് ഇല്ലേ? നമുക്കറിയില്ല. തത് പറഞ്ഞാൽ നമ്മൾ എന്തോ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് തത് എന്ന് പറയുന്നത്. ആ തത് പറഞ്ഞ സാധനത്തിന് ത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയെ, അത് നീ തന്നെയാകുന്നു എന്ന് ശബരിമലയിൽ പോയിട്ട് തത്വമസി പദവിന്റെ ബോർഡ് എഴുതിയിട്ടുണ്ട് അവിടെ. ആ അർത്ഥം മനസ്സിലാക്കാണ്ട് നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും തിക്കിത്തിറക്കിയിട്ടും ഭഗവാനെ കാണാൻ പോയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോഴും ഭഗവാൻ എന്താ പറയണത്? ഞാൻ നീ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ, ശബരിമലയ്ക്ക് പോയതൊക്കെ അറിയാം. അവിടെ പോകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് മൃഗങ്ങളൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് അവിടെ പോയി നടന്ന് കയറി ഭഗവാനെ ഒന്ന് കാണുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് സന്തോഷം ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആ ഭഗവാനിൽ കാണുന്നു, ഭഗവാനെ എന്നിൽ കാണുന്നു എന്നുള്ള ആ ആപ്തവാക്യം അഹം ബ്രഹ്മാസ്മി സോഹം അയം ബ്രഹ്മ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മം വലിയൊരു സാധനമാണ്. ഞാൻ എന്താ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തതാണ് ബ്രഹ്മം എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാഴ്ചപ്പാടില്ല. ഞാൻ തന്നെയാണ് ബ്രഹ്മം. അതാണ് അഹം ബ്രഹ്മാസ്മി. ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഭാവത്തോട് കൂടിയിട്ട് ഈ ശരീരമല്ല ഞാൻ, ആത്മാവാണ് ഞാൻ. ഏതാത്മാവാണ്? ആത്മാവിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജീവാത്മാവുണ്ട്, ഒന്ന് പരമാത്മാവുണ്ട്. എന്നാൽ അവിടെ തന്നെ നമ്മൾ ദ്വൈതഭാവം കണ്ടു ഇല്ലേ? അതാണ് പറഞ്ഞത്. ഇപ്പൊ അത് ഹരിനാമകൃതത്തിൽ പറയുന്നുണ്ടോ? ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടപദമിണ്ടാവതല്ല മമ ഇല്ലേ? അങ്ങനെ അതായത് ഒന്നായിട്ടുള്ള ഭഗവാനെ രണ്ടായിട്ട് കാണിക്കുന്നത് ആരാ? ഭഗവാനാണ് ഇല്ലേ? എന്നുണ്ടെങ്കിൽ ഭഗവാൻ സൃഷ്ടി നടത്താൻ പോകുമ്പോൾ എന്തുണ്ടായാലും സൃഷ്ടി നടത്താൻ പോകുന്നതല്ലേ ദേവി ഒരു നോട്ടം നോക്കിയെന്നാണ് അല്ലേ? ദേവി കണ്ണോട്ട് കാണിച്ചു ഈക്ഷതേന്നാ പറഞ്ഞത്. കണ്ണോട്ടൊരു കാഴ്ച എന്താ? അപ്പൊ ദേവിക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ അങ്ങനെയല്ല. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഉമ്മത്തിരിക്കാൻ രണ്ടുപേരിക്കാന്നുണ്ടെങ്കിൽ അടുക്കള വന്നിട്ട് ഭാര്യ നോക്കും. ചായ വേണമെങ്കിൽ ഇങ്ങനെ, ചായ ഇങ്ങനെ അല്ലേ? അങ്ങനെയല്ലേ പറയാ? ചായ വേണമെങ്കിൽ എങ്ങനെ മതി, ഇങ്ങനെ ഈക്ഷണം എന്ന് പറയാ. അതായത് നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങിക്കോളൂ കേട്ടോ പറഞ്ഞു. ആരെടുത്ത് ഇനിയിപ്പോൾ ഈ ദേവി അപ്പം അപ്പോഴും പറയും എന്തിനാ ദേവിയെ നോക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ശക്തിയാണ് ദേവി. നമ്മൾ ശക്തി സ്വരൂപിണിനെ പറഞ്ഞിട്ടുള്ളൂ. ഈശ്വരന്റെ പരബ്രഹ്മത്തിന്റെ ആ പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന ശക്തിയെയാണ് ദേവി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 10 ട്യൂബ് ലൈറ്റ് എത്തുന്നുണ്ട് വിചാരിക്കുക. 10 ട്യൂബ് ലൈറ്റുകൾ പ്രകാശങ്ങൾ തരുന്ന സാധനങ്ങളാണ്. ആ പ്രകാശങ്ങൾ സാധനങ്ങൾ അത് കറണ്ട് പറഞ്ഞ സാധനത്തിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കറണ്ട് ഇല്ലെങ്കിലോ ആ 10 കത്തില്ല അല്ലേ? അപ്പോൾ എന്നാലോ ആ കറണ്ടിനെ നമുക്ക് അറിയാൻ പറ്റും, കറണ്ടിനെ കാണാൻ പറ്റും, എന്നാ കറണ്ടിനെ അനുഭവിക്കാൻ പറ്റും. തൊട്ടോക്കിയൊക്കെ വിവരറിയും ഇല്ലേ? ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് അനുഭവ സ്വരൂപേണ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഭഗവാനെ നേരിട്ട് കണ്ടാലും നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് 3 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്തൊക്കെ എത്തി കുറെ തല്ലുകൂടി, കുറെ തെറ്റുകൂടി, ആ എന്താ പറയുക കാവക്കാരനെ കുറെ ചീത്തയും പറഞ്ഞു. അയാൾ അവിടെ ഊരി വിട്ടു, ഞങ്ങളുടെ അവിടെ ഊരി വിട്ടില്ല. അയാൾ മഞ്ഞയുടെ ഒരു തുണിയുണ്ട്, അത് ഇവിടെ മാറ്റണം, അവിടെ മാറ്റി അത് നോക്കിക്കൊണ്ടായിരിക്കും എല്ലാവരും പണിയിലേക്ക് നോക്കുമ്പോൾ ഒരു മഞ്ഞ തോട്ടം കൊണ്ടുണ്ട്. അയാളുടെ പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അടുത്തേക്ക് കിട്ടും.
കഷ്ടകാലത്തിന് എന്തെങ്കിലും കാരണവശാൽ ഇതൊന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ വെപ്രാളായി നമുക്ക് ഇല്ലേ, ഇത് എപ്പോഴാണ് കഴിച്ചില്ല. അങ്ങനെ കഷ്ടപ്പെട്ടും കൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്താണ്ട് എത്തുകയാണ്. ഭഗവാന്റെ അടുത്താണ്ട് എത്തിയ ആദ്യം എന്താ നമ്മൾ പോണത്? ഭഗവാനെ കാണാൻ ഇല്ലേ, ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഭഗവാൻ ചോദിക്കും, നീ എന്തിനാ വന്നത്? ചോദിച്ചിട്ട് പറയും, ഞാൻ കണ്ണനെ കാണാൻ വേണ്ടി വന്നതാ. എന്നാ കണ്ണടച്ചോളൂ. കണ്ണടയ്ക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിമി പറഞ്ഞ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇല്ലേ, കണ്ണടച്ച് നിമിയോട് പറയും. നിമി ആരാണ്? ഭഗവാനെ കാണിച്ചു കൊടുക്കുന്ന ആളാണ്. കണ്ണടച്ചാണ് കാണുന്നത്. എവിടെ കാണുന്നത്? ഭഗവാനെ കാണുന്നത് മനസ്സിൽ ഇല്ലേ. ഈ കണ്ണ് നശിച്ചു പോണ സാധനമാണ്. നശിച്ചു പോകുന്ന സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോ ആ കണ്ണ് നമ്മൾ അവിടെ പോയി കഷ്ടപ്പെട്ട് ഇത്രയും ചീത്ത പറഞ്ഞിട്ട് സഹസ്രനാമങ്ങൾ ഒരു 4 വട്ടം ചൊല്ലിയിട്ടുണ്ടാവും. 3 മണിക്കൂർ എന്തായാലും ഓരോ ചിലപ്പോൾ സഹസ്രനാമം 10 മിനിറ്റ് കൊണ്ട് ചെല്ലും, 20 മിനിറ്റ് ചെല്ലും, 5 മിനിറ്റ് കൊണ്ട് സഹസ്രനാമം ചെല്ലും ഇല്ലേ. അങ്ങടെ ഒരു ഓട്ടം അങ്ങോട്ട് ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേമാതിരി അവിടെ ചെന്നിട്ട് ഭഗവാൻ പറയും, നീ ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമില്ല, നിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ. ആ ചിത്രത്തിൽ ചിത്രത്തിലെ വാസുദേവൻ എന്ന് പറഞ്ഞ ആളിരിക്കുന്നുണ്ടല്ലോ. ആ വാസുദേവൻ തന്റെ ഉള്ളിലിരിക്കുമ്പോൾ നീ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടി വരുന്നത്? പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അമ്പലത്തിൽ പോയി ബുദ്ധിമുട്ട് എന്തിനാണ് അമ്പലത്തിൽ പോകേണ്ടത്? നമ്മൾ എന്തായോ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ നമ്മളുടെ ശരീരത്തിന് ഊർജം കിട്ടാൻ അപ്പൊ ഗുരുവായൂരത്തിന് അടുത്ത് പോയിട്ട് നല്ല ഊർജം കിട്ടും. ആ ഊർജം എവിടെയും കിട്ടും. മനസ്സിനെ ആ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊർജങ്ങൾ കണ്ടെത്താൻ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഭഗവാനെ കാണുമ്പോഴും കണ്ണടച്ചാൽ മാത്രമേ ആ ഭഗവാനെ നമുക്ക് ഉള്ളില് കാണാൻ പറ്റുള്ളൂ എന്നതാണ്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ആ കപിലവാസന്റെ അമ്മയോട് പറയാണ്, ഇങ്ങനെ വീട്ടുകാരെ ശ്രാദ്ധങ്ങളൊക്കെ ചെയ്ത് അവർ ചന്ദ്രലോകത്തേക്കാണ് കയറ്റിവിടും. അവിടെ വെച്ച് ആ അനുഭവിക്കേണ്ട കഷ്ടത താൻ ചെയ്ത കർമ്മങ്ങളൊക്കെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു വിടുകന്നേ എന്ന് പറഞ്ഞ മാതിരി, പത്നിയോട് പറഞ്ഞ മാതിരി, എന്താ പറയാ, രത്നാകരനോട് പറഞ്ഞ മാതിരി അത് അങ്ങനെ ആ ചന്ദ്രലോകത്തെത്തിയിട്ട് ആ വായുവിലൂടെയോ ജലത്തിലൂടെയോ അത് പിന്നെ രണ്ടാമതും ഭൂമിയിലേക്ക് ആ ആത്മാവിലും ഏതെങ്കിലും ഒരു ജീവിയായിട്ടോ വല്ല പുഴുവായിട്ടോ വല്ല അത് താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ഒരു ഉറുമ്പായിട്ടാവും, ചിലപ്പോൾ പൂച്ച, ചിലപ്പോൾ വല്ല സിംഹമായിട്ടാവും. അങ്ങനെ ഓരോന്നായിട്ട് അതായത് ഭഗവാൻ തീരുമാനിക്കും, അർഹത കൊടുക്കും. ഇന്ന രീതിയിൽ വന്നാലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ള ആ രീതിയിൽ ഭഗവാൻ ഓരോരുത്തർക്ക് ഇത് കൊടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തില് എത്തും. ഗർഭപാത്രത്തില് അതായത് ഉദരത്തില് ആ അണ്ടവും ശുക്ലവുമായി ചേർന്നുകൊണ്ട് ഒരു കലലമായിട്ട് അതൊക്കെ ഭഗവാൻ അതൊന്ന് വിവരിക്കുന്നുണ്ട് കേട്ടോ. അത് വിവരിക്കാൻ പറ്റില്ല. ഒരു ശിശു എങ്ങനെയാണ് ജനിക്കുന്നത് എന്നടക്കം അമ്മയ്ക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ അതങ്ങനെ ഒരു കലലമായിട്ട് മാറി അത് ക്രമേണ ഒരു അത്ഭുതമായിട്ട് കുമിളകളായിട്ട് തീർന്നിട്ട് പേശികളും നാടികളൊക്കെ വന്ന് ഞരമ്പുകളൊക്കെ ഉണ്ടായിട്ട് ആ 7 മാസം പ്രായമായുമ്പോൾ ജനിക്കാൻ തുടങ്ങും. അപ്പൊ പറയും, കുട്ടി ജനിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയ്ക്കൊരു ഫീലിംഗ് വരും, ആ കുട്ടി അങ്ങോട്ട് അടക്കുന്നുണ്ട് നോക്കൂടെ ഇവിടെ അല്ലേ. അമ്മ അത്രത്തോളം അമ്മമാര് കഷ്ടപ്പെട്ടുകൊണ്ട് ആ കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോയി. എത്ര വല്ല അമ്മ കുട്ടികളെ കാലോട് ചോദിക്കുമ്പോഴും അമ്മ സന്തോഷിക്കുക ചെയ്യല്ലേ. അങ്ങനെയാണ് അമ്മമാരൊക്കെ. അപ്പൊ അമ്മമാരൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും അമ്മമാരുടെ വീട്ടിൽ വിരുന്നിന് പോകാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, മക്കളുടെ വയറ് തൃപ്തിയായാൽ അമ്മയ്ക്ക് വയറ് തൃപ്തിയായില്ലേ. അങ്ങോട്ട് വളർത്തിക്കൊണ്ടിരിക്കും, ചോറ് വളർത്തിക്കൊണ്ടിരിക്കും. അവർ നോക്കൊന്നുമില്ല, അതിന് തൃപ്തിയോട് കൂടിയിട്ട്. അതാണ് അമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ അമ്മ നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല എന്നതാണ്. അങ്ങനെ 7 മാസം പ്രായമാകുമ്പോൾ അത് ജനിക്കാൻ തുടങ്ങും. അതോടെ ആ 7 മാസം കഴിഞ്ഞിട്ട് എന്താ പറയാ, ഇങ്ങനെ ഇവിടെ കുട്ടിക്ക് ബോധം വരും. ആ ബോധം വരുമ്പോൾ ആ ഓർമ്മശക്തി തിരിച്ചു കിട്ടുമ്പോൾ അവിടുന്ന് ഭഗവാനോട് സ്തുതിയാണ്. ആ സ്തുതിയൊക്കെ വായിച്ചു, സ്തുതികളൊക്കെ വായിച്ചു, ജീവന്റെ സ്തുതികളൊക്കെ വായിച്ചു. ആ സ്തുതിയിൽ ഭഗവാൻ പറയാണ്, ഭഗവാനെ എനിക്ക് ഇനി പുറത്തേക്ക് വരണമെന്നേ ഇല്ല. അവിടെ പോയാൽ എന്നെ മായ പിടിച്ച് കെട്ടും. അത് കാരണം കൊണ്ട് ഞാൻ ഇനി ഇവിടുന്ന് ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് കരകത്ത് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ പാദസേവ ചെയ്ത് ജീവിച്ചോളാം എന്ന പ്രതിജ്ഞയൊക്കെ എടുത്തുകൊണ്ടാണ് ആ കുട്ടികൾ ആ ഗർഭാവസ്ഥയിൽ പുറത്തേക്കാണ്ട് വന്നാൽ എന്തുണ്ടായി, പിടിച്ചു മായ വന്ന വഴിക്ക്. ഭഗവാനും വേണ്ട, ഒന്നും വേണ്ട.
അങ്ങനെ അതാണ് പറഞ്ഞത്. ഇനിയിപ്പോ അത്രയും നേരം ആ കുട്ടികൾ എങ്ങനെ ഉണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊക്കിൾ പൊടി പറഞ്ഞുള്ള പദ്ധതി കൂടെയാണ് കുട്ടിക്ക് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജനിച്ച വഴിക്ക് പുറത്തേക്ക് വരുമ്പോൾ അതിന് ശ്വാസം കിട്ടില്ല, ഒന്നും കിട്ടില്ല, അതിന് ശ്വാസം കിട്ടില്ല. കിട്ടുന്ന എത്രയും അപ്പൊ എന്താ ചെയ്യും? ആദ്യം ചെയ്യും നേഴ്സ് എന്താ ചെയ്യാറിയോ, ഈ കോഴിയെ പിടിച്ച് കടന്നമാര് ഇതിനെ കുട്ടിയുടെ തല കിഴിപ്പെട്ടാക്കിയിട്ട് പുറത്ത് 4 അടി അടിക്കുമ്പോ ഒരു വാക്ക് ഇല്ലേ, ആ സാധനം തന്നെയല്ലേ നമ്മൾ മരിക്കുമ്പോഴും കാണുന്നത്. ഊർദ്ധം വലിച്ചിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ അങ്ങനെ ജനിക്കുമ്പോൾ ഉണ്ടായ അതേ പ്രതീതി തന്നെയാണ് മരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു ജനനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു മരണം അത്യാവശ്യമാണ്. മരണമുണ്ടെങ്കിലേ ജനനം ഉണ്ടാവുള്ളൂ. ഇതിനല്ലേ പുനർജന്മം എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നിന്നുണ്ടായി? ഒരു അവസാനത്തിൽ നിന്ന് ആദ്യമുണ്ടായി. എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തിനെ ഒരു റൗണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്നത്? അതായത് ഒരു ബിന്ദുമണ്ഡലവാസി എന്നൊക്കെ നമ്മൾ ഇതിൽ പറയാറുണ്ട്. അതായത് ഒരു വൃത്തം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിഞ്ഞ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എൻഡിങ് പോയിന്റ് ആയി എത്തുമ്പോൾ മാത്രമേ അതൊരു ഫുള്ളായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പുനർജന്മം ഉണ്ടാകുന്നുണ്ടെങ്കിൽ താൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ താൻ മരിച്ചിരുന്നു. ആ മരിച്ചത് കാരണം കൊണ്ടാണ് താൻ ജനിച്ചത്. താൻ മരിക്കുമ്പോൾ ഇനിയും ഞാൻ ജനിക്കും എന്നുള്ള ആ ബോധത്തെയാണ് പുനർജന്മം ഉണ്ടെന്നോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ അതിനുശേഷം പറയാണ്, അമ്മേ ഇങ്ങനെ എന്താ പറയുക, ആ സ്ഥിതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാണ് ആ ബ്രഹ്മദേവൻ ആ തന്റെ സങ്കല്പത്തിൽ തന്നെ 2ആക്കി പരിണമിച്ചും കൊണ്ട് ആ സ്ത്രീയും പുരുഷനും പറഞ്ഞ ഉണ്ടായ കാര്യങ്ങളൊക്കെ അതൊക്കെ ദേവീഭാഗത്തിൽ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ സ്ത്രീകളും പുരുഷനും ഇനിയിപ്പോ പോട്ടെ, നമ്മള് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. നമ്മളിപ്പോ എന്താ ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? അതായത് നമ്മുടെ ആദ്യം വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ശിവന്റെ ലിംഗം എന്നുള്ള രീതിയിൽ നമ്മളെ കാണാനില്ല. ലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്താ അർത്ഥം? ലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള സ്വരൂപം എന്നേ അർത്ഥമുള്ളൂ. ഇപ്പോ സ്ത്രീലിംഗം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സ്ത്രീ സ്വരൂപം എന്നേ ഉള്ളൂ. പുല്ലിംഗം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പുരുഷ സ്വരൂപം എന്ന് മാത്രമേ ഉള്ളൂ. അതേമാതിരി ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവസ്വരൂപം എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ ശിവസ്വരൂപത്തിൽ എത്ര പ്രത്യേകത? നേരത്തെ പറയണ്ടായി ഭഗവാൻ അത് ശിവസ്വരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വഴി കടന്നു പോകണം, ശിവന്റെ അടുത്തേക്ക് പോകണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാത്തിൻ്റെയും അതായത് ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സ്വരൂപമാണ് ശിവലിംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അത് പോട്ടെ, ഈ ബ്രഹ്മാവിഷ്ണു അതായത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ, ഇതിന് 3 സൃഷ്ടി ബ്രഹ്മദേവനാണെന്നുണ്ടെങ്കിൽ സ്ഥിതി ഭഗവാൻ വിഷ്ണുവാണ്, സംഹാരം പരമേശ്വരനാണ്. എന്താ ഈ ശിവലിംഗത്തിന്റെ കൺസെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിവലിംഗത്തിന്റെ രൂപം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഴലുമാതിരി ഒരു സാധനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? ഒരു കുഴലിന് എത്ര സൈഡ് ഉണ്ടാവും? അടിയിൽ 4, ശിവലിംഗത്തിന്റെ അടിയിൽ 4 ഉണ്ടാവും ഇല്ലേ? അതായത് സൃഷ്ടി ചെയ്യുന്നത് അടിയിലാണ്, ബേസിലാണ് വരുന്നത് ഇല്ലേ? ബേസിൽ സൃഷ്ടി വരുമ്പോൾ അവിടെ 4 മൂലയിൽ 4, അതാണ് 4 മുഖൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഹ്മദേവന്റെ സ്ഥാനമാണ് ശിവലിംഗത്തിന്റെ അടിയിൽ 4 മൂലമാണ്. ഒരു സിലിണ്ടറിനാണെന്നുണ്ടെങ്കിൽ, ഒരു വട്ടത്തിനാണെന്നുണ്ടെങ്കിൽ അതിന് 8 മൂലകളുണ്ടാകും. അതാണ് അഷ്ടദിക് പാലകന്മാർ. ആ അഷ്ടദിക് പാലകന്മാരെ കൊണ്ടാണ് വിഷ്ണുദേവൻ എല്ലാ പ്രപഞ്ചത്തെയും നോക്കി നടത്തുന്നത്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ചിട്ടുള്ള ആ പ്രപഞ്ചത്തിന്റെ ഓരോരോ കാര്യങ്ങളും 8 ദിക്കുകളിലെ 8 രൂപത്തില് അഷ്ടദിക്പാലകന്മാരായി വന്ന് മഹാവിഷ്ണു 8 രൂപത്തിൽ വന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതാണ് ആ സിലിണ്ടറിന്റെ ഭാഗം. സിലിണ്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈപ്പിന് 8 ഭാഗങ്ങളുണ്ട് ഇല്ലേ? ഒന്ന് കിഴക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് തെക്ക് കിഴക്ക്, ഒന്ന് തെക്ക്, ഒന്ന് തെക്ക് പടിഞ്ഞാറ്, ഒന്ന് പടിഞ്ഞാറ്, ഒന്ന് വടക്ക് പടിഞ്ഞാറ്, ഒന്ന് വടക്ക്, അത് അങ്ങനെ കിഴക്ക് വടക്ക് അങ്ങനെയൊക്കെ ഓരോരോ ഈശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? കിഴക്ക് ഭാഗത്ത് ഇന്ദ്രനാണ്, തെക്ക് ഭാഗത്ത് കാലിനാണ്, പടിഞ്ഞാറ് ഭാഗത്ത് വായുവാണ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ അവർക്ക് അതാണ് ആ ശിവലിംഗത്തിന്റെ മുകളിലാണ്. പിന്നെ മോളിൽ എങ്ങനെയാണ് ഒരു അണ്ടം മാതിരിയാണ്. ഇപ്പൊ ശിവന്റെ ബോളിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു റൗണ്ട് ഷേപ്പിലാണ് തോന്നുന്നത് അല്ലേ? അതാണ് ബീജം എന്ന് പറഞ്ഞ അണ്ടം എന്ന് പറയുന്നത്. അപ്പോ ആ ബീജത്തിന്റെ അതാണ് പരമേശ്വരൻ.
അതാണ് ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള പരമേശ്വരന്റെ രൂപം. അവിടേക്ക് എന്താ വന്നു വീഴുന്നത്? ജലം. ഗംഗാദേവി വന്നിട്ട് വീഴുന്നു. ഗംഗാദേവി ഗംഗാദേവി എന്താ അർത്ഥം? പരിശുദ്ധത. പരിശുദ്ധമായിട്ടുള്ള ആ പരിശുദ്ധിയുള്ളവളാണ് ഗംഗാദേവി. ആ പരിശുദ്ധമായിട്ടുള്ള ജലം അത് സ്നാനം ചെയ്യുമ്പോൾ എന്താണ്? അത് കീഴ്പ്പെട്ട് വന്നിട്ട് ഓടിജാതി കുറിച്ച് കിടക്കുന്നതൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്യില്ലേ? അതാണ് അങ്ങനെ. അപ്പോൾ ആ ശിവലിംഗ അത് ഇനിയിപ്പോ അത് സയന്റിഫിക്കലി നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏറ്റവും നമ്മൾ അത് പറയുന്നുണ്ട്. ഏറ്റവും ചെറിയ അംശം എന്താ? ഏറ്റവും ചെറിയൊരു അംശം എന്താ? നമ്മൾ പറയും അതിന് മോളിക്യൂൾ ഒരു വാക്ക് ഇല്ലേ? സയൻസിൽ മോളിക്യൂൾ ഒരു വാക്ക്. 2 മോളിക്യൂളുകൾ കൂടുമ്പോൾ എന്തുണ്ടാവും? ഒരു ആറ്റം ഉണ്ടാവും. നമ്മൾ ആറ്റം പോകുമെന്ന് പറഞ്ഞില്ല, അത് വലിയപ്പോൾ പറഞ്ഞില്ല, ആറ്റം ഉണ്ടാവും ഇല്ലേ? 2 അങ്ങനെ അനേകം ആറ്റങ്ങൾ കൂടുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൊബൈലിന് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പാറക്കഷ്ണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറേ മോളിക്യൂളുകൾ കൂടി ആ അത്രയും ഒരു സമന്വയത്ത രൂപത്തെയാണ് ഒരു രൂപം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത്. പിന്നെ അപ്പൊ എന്തുണ്ടാവും? അതിൽ ഈ 2 ആറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ഒരു പ്രോട്ടോൺ ഉണ്ടാവും, ഒരു ന്യൂട്രോൺ ഉണ്ടാവും, ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ 3 കാര്യങ്ങൾ സയൻസിലുണ്ടാവും: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. എന്താ ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്താ ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഈ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ? പണ്ട് ഈ കറണ്ടിലൊക്കെ നോക്കണമെങ്കിൽ ഒന്ന് പറയും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് എന്ന് പറയും, ഒന്ന് ന്യൂട്രൽ ഉണ്ട് പറയും, 3 സാധനങ്ങളുണ്ട്. എന്താ ഈ 3 പേരാണ് ഈ സൃഷ്ടികളായിട്ടുള്ള 3 പേരാണത്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എന്ന് പറയുന്ന സാധനമാണത്. അപ്പോൾ ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മദേവനാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാതിരി ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഭയങ്കര ഊർജ്ജമുള്ള സാധനമാണ് ഭഗവാൻ പരമേശ്വരനാണ്. 2നെയും കമ്പൈൻ ചെയ്ത ന്യൂട്രോൺ എന്ന് പറയുന്ന സാധനമാണ് ഭഗവാൻ വിഷ്ണു എന്ന് പറയുന്നത്. അങ്ങനെ ഈ സയന്റിഫിക്കായിട്ട് പറയുമ്പോഴും ഈ ശിവലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 രൂപത്തിൻ്റെ അതുമാതിരി ആ ഉമ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ട ആ ഉമ പറഞ്ഞ അകാരം ഉകാരം അകാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുമ്പോൾ ഇഷ്ടമായി കേട്ടിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ഈ 3 രൂപങ്ങൾ കൂടിയിട്ട് ഈ 3 രൂപങ്ങൾ എവിടുന്നുണ്ടായി? ഭഗവാന്റെ ആ മായയുടെ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടായിട്ടാണ്. സത്വ രജസ് തമസ് പറഞ്ഞിട്ടുള്ള രജോഗുണത്തോട് കൂടിയിട്ട് ആരുണ്ടായി? ബ്രഹ്മദേവനുണ്ടായി. തമോ ഗുണത്തോട് കൂടിയിട്ട് പരമേശ്വരനുണ്ടായി. സത്വഗുണത്തോട് കൂടിയിട്ട് ഇതുണ്ടായി. ഇതൊക്കെ ദേവി ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് സൃഷ്ടികൾ നടന്നതെന്നുള്ളത് അതൊക്കെ കേൾക്കണം നിങ്ങൾ. ദേവി ഭാഗവതങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ ഇതിൽ നമ്മളെവിടെ തിരിച്ചു വരണം? നമ്മളെ ഈ 3 എന്താ പറയുക, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളായിട്ടുള്ള ആ വിഷ്ണു ഭഗവാന്റെ ബ്രഹ്മദേവന്റെയും ശിവന്റെയും കാര്യങ്ങളാണ്, ശിവലിംഗത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതേമാതിരി ആ അതായത് നാനാത്വത്തില് ഏകത്വം കാണണം നമ്മളെല്ലാവരും. ആ ഒരു കാര്യം കൊണ്ടാണ് എല്ലാറ്റിലും ഈശ്വരനെ സമഭാവനയോട് കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ വേറൊരു ഇന്നത്തെ കുട്ടികളോട് ചോദിക്കും, ആദ്യം എന്താ ഉണ്ടായേ? കോഴി ഉണ്ടായ, മുട്ട ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? കുട്ടികളോട് ചോദിക്കുന്ന ആളെ വീട്ടിൽ ചോദിക്കുകയാണ്, കോഴി ഉണ്ടായ, മുട്ട ഉണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉത്തരം പറയുക? അതേമാതിരി മാവ ഉണ്ടായേ, മാങ്ങയുടെ അണ്ടി ഉണ്ടായേ ഒരു ചോദ്യം ചോദിക്കും. മാങ്ങ ഉണ്ടായാലല്ലേ മാങ്ങയുടെ അണ്ടി ഉണ്ടാവുള്ളൂ എന്നൊരു ചോദ്യം കുട്ടികളെ ചോദിക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ എന്താ പറയുക? കുട്ടി മിണ്ടാണ്ടിരുന്ന അവിടെ എനിക്ക് വേറെ പഠിക്കുകയാണെന്നില്ല, സയൻസ് പോയി പഠിച്ചാൽ, ഇംഗ്ലീഷ് പോയി പഠിച്ചാന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കില്ലേ? പോരാട്ടോ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരോട് പറയാ, ഈ സാധനം എവിടുന്ന ഉണ്ടായത്? മാങ്ങ എവിടുന്ന ഉണ്ടായത്? മാവിൻ്റെ മുകളിൽ നിന്നാണ് ഉണ്ടായത്. മാവ് എവിടുന്ന് ഉണ്ടായത്? ഇതിൻ്റെ മുകളിൽ ഉണ്ടായതാണ്. ഈ മാവ് എവിടുന്ന ഉണ്ടായത്? പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇല്ലേ? പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായ ഒരു മാങ്ങടണ്ടി കുഴിച്ചിട്ട് നോക്കൂ. നമ്മൾ അത്ര റൂട്ട് തിരിച്ച് പോകണം. എവിടുന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ നിന്നല്ലേ. ഇപ്പം നമ്മൾ ഒരു മാങ്ങടണ്ടി കുഴിച്ചിട്ട് വിചാരിക്കുക, ഒരു സൃഷ്ടി സംസാരിക്കാം നമുക്ക്. അപ്പോൾ മാങ്ങടണ്ടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനാദ്യം എന്ത് വേണം? ഭൂമി വേണം ഇല്ലേ? പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് ഇല്ലേ? ഭൂമി, പറഞ്ഞോളൂ, ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ 5 വേണം. ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു ഇല്ലേ? അപ്പം കുഴിച്ചിട്ടപ്പോൾ എന്ത് വേണം? അതിൽ വെള്ളം ഒഴിക്കണം ഇല്ലേ? ജലം, രണ്ടാമത്തെ ജലം ഒഴിക്കണം. ഈ ഭൂമിയും ജലവും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരു ചൂടുണ്ടാവും, അഗ്നി ഉണ്ടായി ഇല്ലേ? ആ അഗ്നി കൂടിയിട്ടുണ്ടെങ്കിൽ ആ ബീജം പുറത്തേക്ക് വരും ഇല്ലേ? പുറത്തേക്ക് വരുമ്പോൾ എന്ത് വേണം? അതിൽ ഒരു വായു വേണം ഇല്ലേ? ആകാശം
എന്താ ഈ ആകാശം നമ്മൾ എന്നാണ് മനസ്സിലാക്കിയിരിക്കണത്? ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? നമ്മൾ ആദ്യം നോക്കും, നമ്മൾ എവിടേക്ക് നോക്കും? മോളയ്ക്ക് നോക്കും, ഇല്ലേ? നീലാകാശം, ഇല്ലേ? കറുത്താകാശം, കാർമേഘം. ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ സ്പേസ് ഉള്ളത് അതിനെയാണ് ആകാശം എന്ന് പറഞ്ഞത്. ഇപ്പം ഈ ഹാളിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെ ആകാശം എന്ന് നമുക്ക് പറയാം. ഇപ്പം ഘടാകാശം എന്ന് പറഞ്ഞെങ്കിൽ കുടത്തിൻ്റെ ഉള്ളിൽ ഒരു കുടം, ഒരു വലിയ കണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ആകാശത്തിനെയാണ് ഘടാകാശം എന്ന് പറയുന്നത്. അങ്ങനെ ആ ആകാശത്തിൻ്റെ ഉള്ളിൽ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എവിടുന്നുണ്ടായത്? ഭഗവാന്റെ അടുത്ത്. അവസാനം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പഞ്ചഭൂതങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചുകൊണ്ട് അവസാനം ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അതാണ് ഭഗവാൻ. ആ ഭഗവാൻ പല രൂപത്തിലായിട്ട് ഓരോരോ മാങ്ങടണ്ടിയായിട്ടും കോഴിക്കുട്ടിയായിട്ടും കോഴിയായിട്ടും മനുഷ്യനായിട്ടും മൃഗമായിട്ടും എല്ലാം ആ ഭഗവാൻ മാത്രമാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ അനേക, അതായത് പറഞ്ഞത് അനേക രൂപത്തില് ഭഗവാൻ കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപമായിട്ട്. ഒരു മൊബൈലാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രപഞ്ചത്തിൽ എന്ത് സൃഷ്ടിച്ചതോ അതിലെല്ലാം ഭഗവാന്റെ ആ അംശമുള്ളത് കാരണം കൊണ്ടാണ് അതിന് ജീവൻ ഉണ്ടാവുന്നത്. അത് അങ്ങനെ ഡീപ്പായിട്ട് പോകണ്ട. അപ്പോൾ അവർ കുട്ടികളോട് പറയുന്ന, കുട്ടികളെ ഈശ്വരനാണ് വലുത്. നിങ്ങൾ പറയുന്ന മാങ്ങട അണ്ടിയും കോഴിയൊന്നും അല്ല വലുത്. ആ ഈശ്വരനാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. ആ ഈശ്വരനെ നിങ്ങൾ മനസ്സിലാക്കൂ. ആ ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള, നീ ഇപ്പം മാങ്ങട അണ്ടിയെന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ആദ്യം ഈശ്വരനെ കണ്ട് പഠിച്ചിട്ട് വാ. ഇന്ന് ഞാൻ പറഞ്ഞുതരാം. മാങ്ങട അണ്ടിയാണോ ഉണ്ടായത് അത് മാങ്ങ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഈശ്വരനെ പഠിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരനെ പഠിക്കാൻ അത് തയ്യാറാവില്ല. കാരണം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഈശ്വരനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ വക വേദപുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ സൃഷ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഹാരങ്ങൾ ഉണ്ടാവും. ഇനിയൊക്കെ പോട്ടെ, നമ്മൾ ഓ മൈ ഗോഡ് എന്ന് പറയാം. എന്താ ഈ ഗോഡിൻ്റെ അർത്ഥം? എന്താ ഈ ഗോഡ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമുക്ക് കുറച്ച് വാക്യങ്ങളിലേക്ക് പോലും എന്താ ഈ ഗോഡ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 അക്ഷരമേ ഉള്ളൂ. എന്താ? GOD, ഗോഡ്, ഇല്ലേ? ജി പറഞ്ഞ ജനറേഷൻ. ആരാ ജനറേഷൻ ചെയ്യണത്? ആരാ? ബ്രഹ്മദേവനല്ലേ ഉൽപ്പാദിപ്പിക്കുന്നത്, സൃഷ്ടി ചെയ്യണത് ഭഗവാനാണ്. ജനറേഷൻ ഇല്ലേ? ബാക്കി ഓ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ പറഞ്ഞ അർത്ഥം ഓർഗനൈസ് ചെയ്യുക, എല്ലാം കൃത്യമായിട്ട് അഷ്ടദിക്പാലകന്മാരൊക്കെ വെച്ച് അവിടുത്തെ ഓരോരുത്തർ ഭഗവാനൊന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ നോട്ടം നോക്കിയാൽ മതി. കാലിനടക്കം പേടിയാണ് ഭഗവാനല്ലേ? അങ്ങനെയല്ലേ ഭാഗവതം പറയണത്? ആ വിഷ്ണു ഭഗവാന്റെ ഒന്നുകൊണ്ട് കണ്ണൊന്ന് വൃത്തിയാൽ മതി, കഴിഞ്ഞ് പ്രപഞ്ചം ഇല്ലാണ്ടായി തീരും ഇല്ലേ? അപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നതാണ്. പിന്നെ ഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ചെയ്യുന്ന ആളാണ് ഭഗവാൻ ഇല്ലേ? അപ്പോൾ ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷൻ, ഓർഗനൈസേഷൻ, ഡിസ്ട്രക്ഷൻ. അതന്നെയാണ് ശിവലിംഗം, അതന്നെയാണ് ഭഗവാൻ. അതായത് എന്താണോ സൃഷ്ടിക്കുന്നത്, എന്താണോ രക്ഷിക്കുന്നത്, എന്താണോ സംഹരിക്കുന്നത്, അതിനെ വേണമെങ്കിൽ ഈശ്വരൻ എന്ന് പറയാം. അപ്പോൾ ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ വാക്കായി പോയി മാത്രമേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളും ഭാരതഖണ്ഡത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ്. അവരതിന് പേരിട്ടു ഗോഡ് എന്ന് പേരിട്ടു ഇല്ലേ? അപ്പോൾ അതാ പറഞ്ഞത്. അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പം ഞാൻ ചോദിച്ചു നോക്കട്ടെ. നമ്മളിപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? അതായത് ഇപ്പോൾ ഇവിടെ ഭക്തി പറഞ്ഞ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് എന്ന് പറയാം അല്ലേ? ഈ അറിവ് എവിടുന്നാണ് ഉണ്ടാവുന്നത്? ചെറിയൊരു ചോദ്യം, നമുക്കിനി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ച് കളിക്കാം. നിങ്ങൾ ഉത്തരം പറയണം, നല്ല എനിക്ക് പറയാനൊരു രസം ഉണ്ടാവുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം എന്താണുള്ളത്? ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവിന് നമ്മൾ വേറൊരു പണ്ടത്തെ അമ്മൂമ്മമാരും മുത്തശ്ശന്മാരൊക്കെ പറയും, അതിനെ തിരിച്ചറിവ് പറഞ്ഞ സാധനമില്ല അല്ലേ? അതായത് ഒരു സാധനത്തിനെ എന്തുകൊണ്ടാണോ തിരിച്ചറിയുന്നത് അതിനെ തിരിച്ചറിവ് എന്ന് പറയും അല്ലേ? ആ തിരിച്ചറിയുന്ന സാധനമാണ് വിജ്ഞാനം. അപ്പോൾ ഈ വിജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.
ഈ വിജ്ഞാനങ്ങൾ എന്തൊക്കെയാണ്? എന്ത് സാധനമുണ്ടോ വിജ്ഞാനങ്ങളാണ്. ഇപ്പം നമ്മുടെ അടുത്ത് മുമ്പിലിരിക്കുന്ന ഭാഗവത പുസ്തകം വിജ്ഞാനമാണ്. ആ വിജ്ഞാന ഭാഗവതം എന്താ പറയുന്നത്? പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ഇത് കൃഷ്ണൻ തന്നെയാണ് എന്നതാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഭാഗവതത്തിൽ അതായത് ഈ എല്ലാറ്റിനും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ജ്ഞാനം ഈ ഏതൊരു വസ്തുവിനെ കൊണ്ട് ഉള്ള വസ്തുവിനെ തിരിച്ചറിയുന്നത് അതാണ് അറിവ്. ഇനിയിപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിനായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതുള്ളിൽ ഉള്ളതത്രേ. ഒറ്റ വാക്ക്, എളുപ്പമാണ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഉള്ളതൊന്നും ഒരു കാര്യം ഉള്ളതല്ല. എന്നാൽ എന്താണോ ഉള്ളത് അതിന് നാശമില്ല. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശം. ഇനി എന്തിനില്ല നാശമുള്ളത് ഉള്ളതല്ല, എന്തിന് നാശമുണ്ടോ അത് ഉള്ളതല്ല. പിന്നെന്താണ്? ഉള്ളത് ഉള്ളിലുള്ളതത്രേ. എന്താർത്ഥം? അഹം ബ്രഹ്മാസ്മിയുടെ അർത്ഥം. ഈ ഉള്ളിലുള്ള ഭഗവാൻ തന്നെയാണ്, അത് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നൊറ്റ വാക്കാണ്. ആ ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല, ഉള്ളതുള്ളിൽ ഉള്ളതത്രേ. എത്ര സത്യം നോക്കി നോക്കും അർത്ഥത്തിന്റെ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം ബ്രഹ്മാസ്മി, സോഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. ഇങ്ങനെ ഇപ്പൊ ഭക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം ജ്ഞാനം പറഞ്ഞു, അറിവ് എന്ന് പറഞ്ഞു, വിജ്ഞാനം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ അമ്പലത്തിൽ പോയാൽ പ്രസാദം നമുക്ക് കിട്ടാറുണ്ട്. എന്താ പ്രസാദത്തിന്റെ അർത്ഥം? പ്രസാദം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മുടെ അമ്പലത്തിൽ പോയാൽ നമ്മുടെ മലരിൽ അവര് കിട്ടില്ലേ? അത് പ്രസാദമായിട്ട് ഇല്ലേ? ആണോ അല്ലേ? പ്രസാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ അമ്പലത്തിൽ പോണത്? ഭഗവാനെ കാണാൻ. ഭഗവാൻ എന്താ നമുക്ക് തരിക? ഭഗവാൻ എന്താ നമുക്ക് തരിക എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വട്ടത്തിരിഞ്ഞപ്പോൾ നിങ്ങളല്ലേ ഭഗവാൻ തരിക, നമുക്ക് ദർശനം തരും ഇല്ലേ? അപ്പൊ പ്രസാദം എന്താ? പ്രഭുവിന്റെ സാക്ഷാൽ ദർശനം, അതാണ് പ്രസാദം. പ്രഭു, പ്രാവർണ പ്രഭു, സാവർണ സാക്ഷാൽ ഇല്ലേ? ദർശനം ഇല്ലേ? പ്രഭുവിന്റെ സാക്ഷാൽ ദർശനത്തെ പ്രസാദം എന്ന് പറയും. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി എന്താ കിട്ടുക? പ്രസാദം കിട്ടും ഇല്ലേ? അല്ലാണ്ട് അവിടെ കിട്ടുന്ന മലരും ഈ എന്താ പറയാ ഇതൊന്നുമല്ല, അരണപായസം ഒന്നുമല്ല പ്രസാദം എന്ന് പറയുന്നത്. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും പ്രസാദം കിട്ടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ദർശനമാണ്. നമുക്ക് അതേ വേണ്ടൂ. നമ്മളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് വഴിപാട് കഴിച്ചാൽ മാത്രമേ ഗണപതി ഹോമത്തിന്റെ പ്രസാദം കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടുന്നില്ല. വേണമെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ പറഞ്ഞിട്ടാവും ഉണ്ടാവുക അല്ലേ? നമ്മൾ മടികാരം പോയി കഴിക്കൂല അവിടെ അല്ലേ? ആരെങ്കിലും കാണില്ല അവിടെ പോയി കഴിക്കേണ്ടത്. എന്നാൽ അതിനെ കട്ട് നല്ലത് ഗണപതി ഹോമം പ്രസാദം വാങ്ങിച്ച് കഴിക്കല്ലേ നല്ലത് അല്ലേ? അപ്പോൾ നമ്മളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ ഈ മായ നമ്മുടെ പിന്നാലെ നടക്കുക, അത് ചെയ്യണ്ട, അവിടെ കൃഷ്ണനെ കാണുന്നു വേണ്ട എന്ന് പറഞ്ഞ് നമ്മളുടെ ചെവിയുടെ ഉള്ളിൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക. ആര് ചെയ്യാതിരിക്കാൻ? അതായത് നമ്മുടെ അപകർഷതാ ബോധം ഇല്ലേ? അപ്പൊ അങ്ങനെ നേരത്തെ ഞാൻ പറയേണ്ടായി, മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹങ്ങളുടെ ക്ഷയം എന്നുള്ളതാണ് മോക്ഷം എന്ന് പറയേണ്ടായി ഇല്ലേ? അങ്ങനെ ഈ ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണം? ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്താ വേണം? അറിവുണ്ടാവണമെങ്കിൽ ആദ്യം എന്താ വേണം? ഞാൻ നിങ്ങളെ കൊണ്ടൊന്നും ഉത്തരം പറയില്ല. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ, അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭക്തി പറഞ്ഞ സാധനം ഇല്ലേ? ഭക്തി പറഞ്ഞ സാധനം എന്താ ഈ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വികാരത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഇപ്പൊ ഭാഗവതം പുസ്തകം മുന്നിലിരിക്കുന്ന ഒരു വിജ്ഞാനമാണ്, അറിവ് തരുന്ന ഒരു സാധനമാണ്. ആ ഭാഗവതത്തിനോടുള്ള ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ, ബഹുമാനം എന്ന് പറഞ്ഞ വാക്ക്, ആ ഭാഗവതത്തിനോട് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജ്ഞാനം ഉണ്ടാവുള്ളൂ.
ക്ലിയർ ഇല്ലേ? അപ്പോ ഭഗവാനെ നമുക്ക് ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ഉണ്ടാവണം. ആ ജ്ഞാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് വിജ്ഞാനങ്ങളാണ്. അതായത് ഒരു വസ്തുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാവണം. ഇവിടെ ഇത് കൃഷ്ണനാണ്, ഇത് പരമേശ്വരനാണ്, ഇത് ബ്രഹ്മാവാണ്, ഇന്ദ്രനാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തിരിച്ചറിവ് വേണമെങ്കിൽ. കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യോട് നമുക്ക് വൈദ്യുതിയോട്. ഇങ്ങനെ തിരിച്ചറിയാനുള്ള വിജ്ഞാനങ്ങളാണ് ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ, ഈശ്വരനല്ല. ജ്ഞാനമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അതിൽ താത്വികപരമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കണം. ഈശ്വരൻ ഇന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിജ്ഞാനമാണ് ഈ ഇരിക്കുന്ന ഭഗവാൻ. ഭഗവാന് രൂപമില്ല, ഭാവമില്ല, ഭേദമില്ല എന്ന് നമ്മളൊരു വഴിക്ക് പറയുമ്പോൾ കോൺട്രഡിക്ഷൻ വരില്ലേ? നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഭഗവാന് രൂപമില്ല, ഭഗവാൻ കറണ്ടാണ്, ഭഗവാൻ അനുഭവ സ്വരൂപനെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ ആ അനുഭവ സ്വരൂപേണ മനസ്സിലാക്കേണ്ട സാധനത്തിന്റെ രൂപമുണ്ട്, ഭാവമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഭഗവാനും നമ്മളെ മാതിരി മനുഷ്യനായിട്ട് മാറില്ലേ? ഭഗവാൻ എത്രയോ ഉയർന്നിട്ടുള്ള ആളല്ലേ? നമ്മളും ഭഗവാൻ ഒരേ ലെവലിൽ കാണേണ്ട ആവശ്യമുണ്ടോ? അപ്പോ നമ്മൾ ഈ വക കാര്യങ്ങളിലൊന്നും ഒരു വീട്ടിൽ പോയിട്ട് നമ്മളൊരു സെലക്ട് ചെയ്യാം, ഒരു ഈശ്വരനെ സെലക്ട് ചെയ്യാം. എൻ്റെ ഇഷ്ടദൈവം ഇന്നതാണ്, കൃഷ്ണനാണ്. എൻ്റെ ഇഷ്ടദൈവം മഹേശ്വരനാണ്. ആ മഹേശ്വരനിൽ കൃഷ്ണനെ കാണാൻ നോക്കൂ. നിങ്ങളൊക്കെ കൃഷ്ണഭക്തകളാണ് അല്ലേ? ഗുരുവായൂരിൻ്റെ അടുത്ത് പോയപ്പോൾ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കും, അമ്പലമ്പലത്തിൽ പോയിട്ട് കൃഷ്ണ എന്ന് വിളിക്കുന്ന ആൾക്കാരാണല്ലേ? ഇല്ലേ? ഇപ്പൊ ദേവിയുടെ അമ്പലത്തിൽ പോയപ്പോ ഞാനവിടെ കൃഷ്ണനെ വിളിക്കില്ല എന്നില്ല. എന്റെ കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക? ആ എന്റെ കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃഷ്ണനും ദേവി ഒന്നാണ് എന്നുള്ള ഭാവം, ഈ ദ്വൈതഭാവം കളയാനാണ് ഭാഗവതം പഠിക്കേണ്ടത് എന്ന ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളില് വളർത്തിയെടുത്തേ പറ്റൂ. ഈശ്വരൻ രണ്ടല്ല, ഞാനും ഈശ്വരനും രണ്ടല്ല, ഞാനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള ഭാവം നമുക്ക് അതുണ്ടാവണമെന്ന് പറയുന്നത്. അപ്പോ ഭക്തി പറഞ്ഞ എന്താർത്ഥം? ഒന്നിലുള്ള വിശ്വാസം ഇല്ലേ? ഈ പുസ്തകം വായിച്ചാൽ എനിക്ക് ഈ സാധനത്തിനെ അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തിക്ക് വേറെ നിർവചനമൊന്നുമില്ല. എന്താ അർത്ഥം? ഭഗവാനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഭക്തി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഭഗവാനെ വിശ്വസിക്കുക എന്നാണ് ഭക്തി എന്നുള്ളത്. അതുവഴി മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ് മോക്ഷം ഇല്ലേ? മോക്ഷത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോ ഭക്തിയിലൂടെ ജ്ഞാനം വളർത്തി ജ്ഞാനത്തിലൂടെ മോക്ഷം പ്രാപിക്കണം എന്നുള്ളതാണ് കപിലവാസുദേവൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആദ്യം എന്തുണ്ടാവണം? ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരും. ആരാ? നാരദൻ ഇല്ലേ? എന്ന് പറഞ്ഞില്ലേ? ധ്രുവൻ അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാൻ ആഗ്രഹം കാണിച്ചപ്പോൾ സുരുചി പറഞ്ഞ് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞപ്പോ എന്തുണ്ടായത്? അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു. അമ്മ ഉപദേശിച്ചു. അതാണ് അമ്മ. സുനീത് എന്താ പറഞ്ഞത്? ഭഗവാൻ മാത്രമേ ഉള്ളു, നമുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഭഗവാൻ ഒന്നും അറിയില്ല. 5 വയസ്സായ ബാലൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. ഭഗവാനെ അപ്പ കുട്ടി ചോദിച്ചു, ഭഗവാനെ എവിടുന്നാ കിട്ടുക അമ്മേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഭഗവാനെ എവിടെ കിട്ടും? കാട്ടില് കിട്ടുന്നു. കാട്ടില് കിട്ടുന്നു. അങ്ങനെ കാട്ടില് കിട്ടുന്നു പറഞ്ഞപ്പോ കുട്ടി ഒന്നും ആലോചിച്ചില്ല. ഇറങ്ങി പുറപ്പെട്ടു. ഇറങ്ങി പുറപ്പെട്ടു. എന്താ? ആരന്വേഷിച്ചിട്ടാ? ഈശ്വരനെ അന്വേഷിച്ചിട്ടാ. ഈശ്വരന്റെ രൂപം അറിയില്ല, ഭാവം അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ കാട്ടിലോടെത്തിയപ്പോ നാരദനെ കണ്ടു ഇല്ലേ? ഭക്തി ഉള്ളിലൊളിച്ചാൽ നമ്മളുടെ കൂടെ ഗുരുനാഥനായിട്ട് ഇൻവിസിബിൾ ആയിട്ട് ആ ഭഗവാൻ തന്നെ നാരദന്റെ രൂപത്തിൽ വരും. നമ്മുടെ നാരദൻ പറഞ്ഞത് ഇവിടുന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ അയാളൊരു നാരദനാ. അങ്ങനെയല്ല. ഒരു മനുഷ്യന് ഭക്തി ഉണ്ടാവുമ്പോൾ അവിടെ നാരദൻ വരും ഇല്ലേ? കംസന്റെ അടുത്തേക്ക് നാരദൻ വരുന്നു ഇല്ലേ? ഹിരണ്യാക്ഷന്റെ അടുത്തേക്ക് എല്ലായിടത്തേക്കും മരിക്കണേന്റെ മുമ്പേ ഒന്ന് പറയിച്ച് നാരദനെ പറഞ്ഞയക്കും. അവിടെ പോയിട്ട് ഹിരണ്യകശിപുവിന്റെ അടുത്ത് പോയി നാരദൻ പോയി
ഇല്ലേ, പറയാൻ വേണ്ടിയിട്ട് പോയിട്ടായിരുന്നു. വേണമെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് നോക്കിക്കോ. അപ്പൊ എന്താണ്, നാരദനെയാണ് ചീത്ത പറഞ്ഞേക്കാൻ ചെയ്തത് ഇല്ലേ. അപ്പൊ നമ്മളുടെ അടുത്തൊക്കെ വരെ നാരദന്മാർ ആരെങ്കിലും ആയിട്ട് എത്തും എന്നാണ് പറയുന്നത്. അപ്പോ നാരദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഭക്തി ഭഗവാനിലേക്ക് എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പിന്നാലെ ആദ്യത്തും പുഷായിട്ട് ഭഗവാൻ ഒരു നാരദനെ കിട്ടും നമുക്ക് ഇല്ലേ. അതാണ്. അപ്പൊ അങ്ങനെ ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ജ്ഞാനം. അതായത് ഭഗവാനിൽ എത്തുക എന്നുള്ളത് മോക്ഷമെന്നും ഭഗവാനെ അറിയുക എന്നുള്ളത് ജ്ഞാനമെന്നും ഭഗവാനെ വിശ്വസിക്കുക എന്നുള്ളത് ഭക്തി. ഇതാണ് ഭക്തി ജ്ഞാന വിരാഗോ പറഞ്ഞതാണ് അതാണ് ഇങ്ങനെ. അതായത് അപ്പൊ ഭക്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ജ്ഞാനം ഓട്ടോമാറ്റിക് ഉണ്ടാവും. ജ്ഞാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പടി ഭക്തി ഉണ്ടാവണം. ഭക്തിയിൽ കൂടെ വിജ്ഞാനത്തെ മനസ്സിലാക്കി, തിരിച്ചറിവിനെ മനസ്സിലാക്കി, ജ്ഞാനം എന്താണ് എന്നുള്ള തിരിച്ചറിഞ്ഞതിന് ശേഷം മോഹങ്ങളെ തിരിച്ചാൽ മോക്ഷം. എന്താണ് മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷം നമുക്ക് കിട്ടുള്ളൂ. അപ്പോ ഭക്തി ഉണ്ടായാൽ ജ്ഞാനം ഉണ്ടാവും, അറിവുണ്ടാവും, അതിന് വിജ്ഞാനങ്ങൾ വേണം. ഇനി എന്ത് ജ്ഞാനമാണ് നമ്മൾ അറിയേണ്ടത്? എന്ത് ജ്ഞാനമാണ് അറിയേണ്ടത്? സത്യം പരം ധീമഹി. ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം ആദ്യം തൊട്ടിട്ട് അവസാനത്തെ ശ്ലോകം വരെ ആദ്യമുണ്ട് സത്യം പരം ധീമഹിയുണ്ട്, അവസാനമുണ്ട്. എന്താണ്? ആ പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. സത്യം പരം ധീമഹി. അപ്പൊ നമ്മള് ജ്ഞാനത്തിലൂടെ അറിയേണ്ടത് എന്തിനെയാണ്? സത്യത്തെ. അപ്പൊ ഈശ്വരൻ പറഞ്ഞതാണ് സത്യം. ബ്രഹ്മം എന്ന് പറഞ്ഞതാണ് സത്യം. അതാണ് സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഭഗവാന്റെ രൂപമല്ല സച്ചിദാനന്ദരൂപായ സത്യചിത്ത ആനന്ദം. ഭഗവാന്റെ രൂപം പറഞ്ഞു ഒറ്റ ശ്ലോകം. സച്ചിദാനന്ദ ഭഗവാന്റെ രൂപം സത്യചിത്ത ആനന്ദം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ, വിശ്വത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുവായിട്ടുള്ള ഭഗവാനെ. താപത്രയ വിനാശായ. എന്താ താപത്രയം പറഞ്ഞിട്ടുണ്ട്? താപത്രയം പറഞ്ഞാൽ മൂന്ന് ത്രയങ്ങള്, മൂന്ന് ദുഃഖങ്ങള്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. എന്താ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് പറയാം. ആധ്യാത്മികം പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങള്, തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങള് ആധ്യാത്മികം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആധ്യാത്മിക ദുഃഖങ്ങളാണ്. താനായിട്ടുണ്ടാക്കുന്ന ദുഃഖങ്ങളെ ആധ്യാത്മിക ദുഃഖം എന്ന് പറയും. ആദിഭൗതികം മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങള്. അതായത് ഭൗതികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങള്, പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങള് ഭൗതികം. ഒരു കാറ്റ് മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്, ഇടിമിന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോ ഭൗതിക വസ്തുക്കളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളും അതിനാണ് ആദിഭൗതികം. അതേമാതിരി എൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിഷമങ്ങള് ആധ്യാത്മികം. ആദിദൈവികം എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളിലല്ലാണ്ട് ഒരു വീണു, ചൂരന്മഴ മല ഇടിഞ്ഞിട്ട് വീണു, ഒരു സുപ്രഭാതത്തിലാണ് 400 പേരാണ് പോയിക്ക് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഭാരതപ്പുഴയുടെ വെള്ളം നിറഞ്ഞ് വീട്ടിലുള്ള കയറിയിട്ടുണ്ടെങ്കിൽ പോലും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റില്ല. അതായത് സ്റ്റെബിലിറ്റി ഇല്ല പ്രപഞ്ചത്തിന്. അപ്പൊ അങ്ങനെ അതാണ് താപത്രയങ്ങള്. ഈ മൂന്ന് ദുഃഖങ്ങൾ, നമുക്ക് മൂന്ന് ദുഃഖങ്ങളേ ഉള്ളൂ, വേറെ ഒന്നും നാലാമത്തെ ദുഃഖമില്ല. ഒന്ന് ഞാൻ ഉണ്ടാക്കുന്ന ദുഃഖങ്ങള്, ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ദുഃഖങ്ങള്. അതുമാതിരി ഈ പനി അതുപോലെ അസുഖങ്ങൾ വരുന്നില്ലേ, അതൊക്കെ ഭഗവാൻ തരുന്നതാ. ആ അസുഖങ്ങളൊക്കെ വരുന്നതിന് ആ താപത്രയങ്ങളുടെ താപത്രയ വിനാശായ. ആരാ വിനാശം ചെയ്യുന്നത്? അങ്ങനെ നശിപ്പിച്ച് കളയുന്ന, താപത്രയങ്ങളെ ഇല്ലാതാക്കി കളയുന്ന ശ്രീകൃഷ്ണായ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ
ഇപ്പോ ഇതാ അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കി ഭക്തി എന്താന്ന് മനസ്സിലായി, ജ്ഞാനം എന്താന്ന് മനസ്സിലായി, മോക്ഷം എന്താന്ന് മനസ്സിലായി, വിജ്ഞാനം എന്താന്ന് മനസ്സിലായി ഇല്ലേ? ഇനി നമ്മൾ ഇടയ്ക്കൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവേകം ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താ ഈ വിവേകം എന്ന് പറഞ്ഞാൽ? അതായത് വിവേകം നമ്മളിപ്പോ വിവേക ബുദ്ധി അവിവേകി എന്ന് പറഞ്ഞില്ലേ? വിവേകി അവിവേകി. എന്താ വിവേകി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവിവേകി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതായത് സത്യത്തെയും അസത്യത്തെയും തിരിച്ച് അറിയുവാനുള്ള നമ്മളുടെ കഴിവിനെ വിവേകം എന്ന് പറയും ഇല്ലേ? സത്യം ഇന്നതാണ് എന്ന് പറയുമ്പോൾ അവന് വിവേകമുണ്ട്. അസത്യത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവൻ അവിവേകിയാണ്. ആണോ? അപ്പോ വിവേകത്തിന്റെ അർത്ഥം സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയാനുള്ള കഴിവിനെ നമുക്ക് വിവേകം എന്ന് പറയും. ഞാൻ എന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കവിലോക വ്യാഖ്യാനത്തില് മുഴുക്ക ഇങ്ങനത്തെ വാക്കുകളാണ്. ജ്ഞാനം, വൈരാഗ്യം, വിവേകം, ചിത്തം, അന്ധകരണം എന്ന് പറയുന്ന വാക്കുകളാണ്. ഈ വക ബേസായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലാണ് കപിലവാസുദേവൻ ദേവഹൂതി അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത കാര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വക ഓരോരോ അർത്ഥങ്ങൾ പറഞ്ഞത്. ആദ്യം നമ്മൾ എന്താ പറയാ? ആദ്യം ഇപ്പൊ തറാന്ന് വാക്കിന് ആദ്യം നമ്മൾ എന്താ പറയാ? താറ. സ്കൂളിൽ പഠിപ്പിക്കുമ്പോ താറ, തറ, പാറ, പറ ഇല്ലേ? അപ്പൊ നമ്മൾ ഈ തായേനും ആ റായിനും അറിയാണ്ട് ഇവിടെ തറ പറഞ്ഞു നോക്കിക്കോളൂ. അവന്താ മനസ്സിലാക്കുക? അവര് മനസ്സിലാവില്ല. അപ്പൊ തായും മനസ്സിലാക്കണം, റായും മനസ്സിലാക്കുമ്പോഴാണ് തറ പറഞ്ഞത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ വിവേകം സത്യത്തിനെയും അസത്യത്തിനെയും തിരിച്ചറിയുന്ന കഴിവിനെ നമുക്കുള്ള കഴിവാണ് വിവേകം. അതാണ് എന്ത് പറയുമ്പോഴും വിവേക ബുദ്ധിയോട് കൂടിയിട്ട് പെരുമാറൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിനെയും അസത്യത്തിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കൂ എന്ന് പറഞ്ഞാണ് ആണോ? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇനിയിപ്പോ നമ്മൾ പറയും മനസ്സ് എന്താ ഈ മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ ഈ ചിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞാൽ ചിത്തം. ആകെ മൊത്തം കൺഫ്യൂഷനാണ് ഇല്ലേ? എന്താ ചിത്തം എന്ന് പറഞ്ഞാൽ? എന്താ ചിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ നേരത്തെ പറഞ്ഞ വിവേകം എന്ന് പറഞ്ഞ സത്യത്തിനെയും അസത്യത്തിനെയും, അതായത് ഈ ശരിയായ അറിവാണ് വിവേകം എന്ന് പറയുന്നത്, തെറ്റായ അറിവാണ് അവിവേകം. ഈ ശരിയായ വിവേകം എവിടെ കൊണ്ടുവയ്ക്കുക? നമ്മൾ ശരിയായ വിവേകം നമ്മൾ എവിടെയും കൊണ്ട വെക്കണ്ടേ? നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ 10ാം ക്ലാസ്സിലെ കുഞ്ചിയല്ല, 1ാം ക്ലാസ്സിലെ കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, 5ാമനോമന കുഞ്ചുവാണ്, പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു, വഞ്ചിയിൽ പഞ്ചാര ചാക്ക് വെച്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു എന്ന പാട്ടുണ്ടല്ലോ. എന്ന് പഠിച്ചതാ? 55 വർഷം മുമ്പ് പഠിച്ച പാട്ടാണ് ഞാൻ. ഇല്ലേ? എന്തുകൊണ്ട് ഓർമ്മ നിൽക്കേണ്ടത്? എവിടെ പോയി ഓർമ്മ? നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എവിടെ നമ്മൾ കൊണ്ടുപോയി വെക്കണം എന്നുള്ളത്. അതായത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഏതാ കണ്ണ നോക്കുക നാട്ടൊക്കെ ഇല്ലേ? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. പാണി, വായു, പാദം, ദസ്തം പറഞ്ഞിട്ടുള്ള 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. 5 കർമ്മം ചെയ്യാനും 5 ജ്ഞാനത്തിന് സ്വീകരിക്കാനും ഇല്ലേ? ജ്ഞാനേന്ദ്രിയങ്ങളാണ് കണ്ണ മൂക്ക് നാക്ക്. എന്താ ഈ കണ്ണിനുകൊണ്ട് ഉപയോഗം? എന്താ? കാണും. എന്തിനെ കാണുന്നു? പ്രപഞ്ചത്തെ കാണുന്നു ഇല്ലേ? പ്രപഞ്ചം സത്യമാണോ? കണ്ണടച്ചാൽ ഈശ്വരൻ, കണ്ണു തുറന്നാൽ പ്രപഞ്ചം. പ്രപഞ്ചം അസത്യം, കണ്ണടച്ചാൽ ഈശ്വരൻ സത്യം. ഇതല്ലേ വിവേകം? അല്ലേ? കണ്ണ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരനെ കാണാൻ പറ്റും ഇല്ലേ? കുറെ നേരം കണ്ണടച്ചിരുന്ന് നോക്കൂ. നമ്മുടെ ഉള്ളില് ആധ്യാത്മിക ചിന്തകളുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് ഭഗവാന്റെ രൂപം കഴിയും ഇല്ലേ? എന്നാ ഈ കണ്ണടച്ചിട്ടില്ല എവിടെ കിടന്ന് ഉറങ്ങണത്? ആണോ? കണ്ണടച്ചില്ല അവിടെ ഉറങ്ങണത് ഭഗവാനെ കാണുന്നത്. അതിന് അവസ്ഥാത്രയങ്ങൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, അതൊക്കെ വലിയ കഥകളാണ്. അതൊന്നും നമുക്ക് എത്താറായിട്ടില്ല. അതൊക്കെ കുറേ ഉണ്ട്, പറയാൻ കുറേ ഉണ്ട്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയൊക്കെ അതുമാതിരി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണപ്പോൾ തിരിച്ചു ആദ്യം അങ്ങോട്ട് പോയാൽ ഞാൻ പോയാൽ പിന്നെ 5 മണിക്കൂർ പറയും എനിക്ക് വേണ്ട, ഞാൻ പെട്ടെന്ന് നിർത്തണം. കാരണം ഞങ്ങളോട് വായിക്കാൻ എത്ര അധ്യായം വായിക്കാൻ ഉണ്ടല്ലോ?
അത് കുഴപ്പമില്ല. വായിക്കപ്പോൾ ഇത് കഴിഞ്ഞാൽ സാറ് കുറച്ച് കഴിഞ്ഞാൽ സെഷൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ കഴിക്കും. ഞങ്ങൾ സെക്കൻഡ് ഇയറിൽ പറ്റില്ല, ഞാൻ സമയത്ത് വരില്ല, പഠിക്കുന്നത് വേണ്ട. നിങ്ങളുടെ വായന വൈകുന്നേരം 5 മണിക്ക് തീർക്കും, അതെനിക്കറിയാം, ഉറപ്പുണ്ട്. എത്ര സ്പീഡിൽ പോയാലും വായിക്കുന്നത് കസേരൊന്നും മാറ്റി പറയില്ല. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, നമ്മളൊക്കെ ഇങ്ങനെ കയറി പിടിച്ചിരിക്കില്ലേ. ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ബസ്സിൽ കയറുമ്പോൾ ആദ്യം പോയിട്ട് ചാടി പൊടിഞ്ഞ ഒരു ടവൽ കൊണ്ടുപോയിട്ട് സീറ്റിൽ അവനോട് ബുക്ക് ചെയ്യാം ഇല്ലേ. അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ നമ്മളുടെ മനസ്സ് സമ്മതിക്കില്ല, മായ നമ്മളെ വിടില്ല. എൻ്റെ ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിൽ വേറെ ആൾ കയറി നോക്കിയപ്പോൾ നമ്മളുടെ വിമിഷ്ടം നമ്മൾ ഊണഴിക്കാതിരിക്കുമ്പോഴല്ലോ അടുത്ത അതായത് ഒരു പപ്പടം കൂടുതൽ വളർത്തിയാൽ നമ്മളുടെ വിമിഷ്ടം എന്തുണ്ടാവും ഇല്ലേ. എന്താ അവൻ്റെ അങ്ങനെ 2 എണ്ണം കൊടുക്കാനുള്ള കാരണം എന്താ? ഞാനെന്താ കഴിവില്ലാത്ത. പിന്നെ അങ്ങനെയാണ് മായ. നമ്മളെ പറഞ്ഞ് പറ്റിക്കാനുള്ള ഏറ്റവും വലിയ ആളാണ് മായ. ചിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരിയായ സത്യത്തെ അറിയാനുള്ള ഇടമാണ് ചിത്തം. ആ സത്യമുള്ള അവിടെ ആരായിരിക്കുക? വാസുദേവൻ അല്ലേ. ചിത്തത്തിലാണ് വാസുദേവൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ചിത്തത്തിൽ എന്താണ്? ഭഗവാൻ ജീവാത്മാവായിട്ട് പരമാത്മാവായിട്ടും ഇരിക്കുന്നു. അപ്പോ ജീവനെവിടെ? വലിയ ചോദ്യമില്ലേ? ജീവാത്മാവുണ്ട് പരമാത്മാവുണ്ട്, രണ്ടും ഇതിൻ്റെ ഉള്ളിലിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ രണ്ടുപേരും ഇരിക്കണത്? ചിത്തത്തിൻ്റെ ഉള്ളിൽ വാസുദേവൻ പരമാത്മാവായിട്ട് ഇരിക്കുന്നു പറയുമ്പോൾ ജീവാത്മാവ് എവിടെ? വേണ്ടാർത്തേക്ക് എന്ന് പറഞ്ഞില്ലേ. ഇയാളെ കൊണ്ട് ഞാൻ ചോദ്യം ചോദിച്ചു തോന്നുന്നു അല്ലേ. ഈ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്, രണ്ടല്ല. ആ ഭാവം നമ്മളുടെ ഉള്ളിൽ ഉദിക്കണം. ദ്വൈതഭാവത്തിൽ കാണരുത്. ജീവാത്മാവ് പരമാത്മാവ് രണ്ടല്ല. 2 പക്ഷികളുടെ കാര്യം പറഞ്ഞു, ബ്രഹ്മസ്ഥിതിയിൽ പറയുന്നുണ്ട് 2 പക്ഷികളല്ലേ. അപ്പോ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിത്തത്തിൽ ആണ് ഭഗവാൻ വാസുദേവൻ ഇരിക്കുന്നത്, ജീവാത്മാവ് ഇരിക്കുന്നത്. പക്ഷേ പുരജനോപാഖ്യാനം അജ്ഞാതനാണ് ആര്? ഭഗവാൻ ഇല്ലേ. പുരഞ്ജനൻ ആരാ? ജീവൻ ഇല്ലേ. അത് ഞാൻ പറയാട്ടോ. പുരജനോപാഖ്യാനം ഇന്നിപ്പോൾ നിങ്ങൾ അത് വായിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വായിക്കും. പുരജനോപാഖ്യാനൊക്കെ വായിക്കാം. അത് രസവത. അത് നോക്കട്ടെ, പറ്റാണെങ്കിൽ നാളെ പറയാം. അതെ, നാളേക്ക് നിങ്ങൾക്ക് അമ്മ വരുന്നുണ്ടെന്ന് വൈകുന്നേരം ഇല്ലേ. 6 മണിയാകുമ്പോൾ ഭദ്രകാളി എന്ന് വരില്ലേ. ഭദ്രകാളി പറ്റി എന്താ അഭിപ്രായം? എന്താ ഈ കാളി പറഞ്ഞ എന്താ അർത്ഥം? എന്താ കാളി എന്ന് പറഞ്ഞ അർത്ഥം? നിങ്ങൾ കാളി എന്ന് പറഞ്ഞാൽ ആദ്യം മുഖത്തേക്ക് എന്താ എൻ്റെ മുഖത്തോടെ നിന്റെ മുഖത്തോടെ കാളിയുടെ പോലെ രൂപം. കാളി എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാ. എന്നാലോ ജഗദംബിക എന്ന് പറയുമ്പോൾ എന്തൊരു ഭംഗിയാണ് ഇല്ലേ. അത് കരിമ്പ് പിടിച്ച ജഗദംബികയാണെങ്കിൽ ഇന്ന് ദേവി മഹാത്മ്യം നമുക്ക് വായിക്കണം ഇല്ലേ. നമ്മുടെ ദേവി മഹാത്മ്യത്തിന് എന്താ ഫോട്ടോ വയ്ക്കുക ഇല്ലേ. കരിമ്പ് എന്താ ദേവിനെ വയ്ക്കുക അല്ലേ. ഭദ്രകാളി വെക്കാത്ത എന്താ? കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നവൾ കാളി എന്നർത്ഥം. എന്താ ഈ കാണുക പറഞ്ഞ അർത്ഥം? നമ്മൾ ഒരു കാണുന്നത് നമുക്കറിയാം. എന്താണ്? വയറ് കാളി ഇല്ലേ. വയറ് കാളി. ഒരു 12 ആകുമ്പോഴേക്കും വയറ് കാണൽ തുടങ്ങും ഇല്ലേ. ആണോ അല്ലേ? അപ്പൊ കാളി പറഞ്ഞ അർത്ഥം കാണുന്നവൾ കാളി. ഈ കാള് പറഞ്ഞ അർത്ഥങ്ങൾ എന്താ പറയുന്നത്? എന്താ അർത്ഥം? വയറ് കാള് പറഞ്ഞ അർത്ഥം വിശക്കുക എന്നുള്ളതാണ് അർത്ഥം. ജ്വലിക്കുന്നവളുടെ അർത്ഥമല്ലേ. ജ്വലിക്കുക. കാള് പറഞ്ഞാൽ ജ്വലിക്കുക. ഇപ്പൊ തീ ആളി എന്ന് പറയാറില്ല, തീ കാളി എന്നാ പറയാറ്. അത് നമ്മൾ തീ ആളി എന്നേ പറയാറുള്ളൂ അല്ലേ. നമ്മളങ്ങനെ ചുരുക്കിട്ടേ വരുള്ളൂ. തീ ആളി എന്നേ പറയുള്ളൂ അല്ലേ. ആ ആളുന്നവൾ. അപ്പൊ അത് കാണുന്നവൾ. അപ്പൊ കാണുന്നവളെ കാളി എന്ന് പറയാം. അതായത് ജ്വലിക്കുന്നവളെ കാളി എന്ന് പറയാം. അപ്പോ ഭദ്രമായിട്ട് ജ്വലിക്കുന്നവളെ എന്താ? ഭദ്രകാളി. അപ്പൊ കാളിന്റെ അർത്ഥം എന്താ? കാണുന്നവൾ. ഭദ്രമായിട്ട് ജ്വലിക്കുന്നവൾ, ഭദ്രമായിട്ട് കാണുന്നവൾ ഭദ്രകാളി. എന്താ രൂപം? എന്താ നമ്മുടെ രൂപം നോക്കി നോക്കെന്താ കാളിയുടെ രൂപം? എന്താ? ഇവിടെ അമ്പലത്തിലൊക്കെ പോവാറുള്ളത് കാളിയുടെ രൂപം കാണുന്നില്ലേ? എത്ര കൈയുണ്ട്? 2 തരത്തിലുള്ള കൈയുണ്ട്. ഒന്ന് ചതുർഭുജ കാളിയുണ്ട്, ഒന്ന് അഷ്ടഭുജ കാളിയുണ്ട്, പിന്നെ 16 ഭുജ ഉണ്ട്. പിന്നെ അവിടെ കൂട്ടിക്കോളൂ 1000
എന്തിനാ? കാളിയെ കുറച്ച് പേടിയാണല്ലേ, ഭദ്രകാളിയിടത്തേക്ക് പോകാൻ കുറച്ച് പേടിയാണല്ലേ. എന്താ? നാവിങ്ങനെ തുറന്നിങ്ങനെ പുറത്തേക്കിട്ട് വിഭത്സമായിട്ടുള്ള ഇതിന് ഓ അയമ്മയെ കാണുന്നതിനെക്കാട്ടിലും നല്ലതേ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ മതി. വലിയ നമ്മുടെ കാര്യമല്ലേ. എന്താണ് ഭദ്രകാളി രൂപത്തിലുള്ള ഭദ്രകാളിക്ക് ഞാൻ നാളെ എന്ന് പറഞ്ഞ സർപ്രൈസ് പോവുള്ളൂ. ആ ഭദ്രകാളിയുടെ അർത്ഥം എന്താ എന്നുള്ളത്, എന്താ ഈ ഭദ്രകാളി തത്വമസിമാർക്ക് വേറൊരു അർത്ഥമുണ്ട്. എന്തിനാ നാവ് പുറത്തേക്കിട്ടിരിക്കണത്? നമ്മളൊക്കെ ഭദ്രകാളികളാണ്. നാവൊന്ന് പുറത്തിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കി നോക്കൂ. നിങ്ങളൊക്കെ ഒന്ന് നാവൊക്കെ ഒന്ന് പുറത്തിട്ടൊന്ന് ഇരുന്ന് നോക്കി നോക്കൂ. എന്താ സംഭവിക്കുക? ചിന്തിക്കൂ. അല്ലെങ്കിൽ കുറച്ച് നേരം ഇട്ടിട്ട് ഇരുന്ന് നോക്കി നോക്കൂ. മുണ്ടാൻ പറ്റില്ല, വർത്തമാനം പറയാൻ പറ്റില്ല. ഈ വർത്തമാനമാണ്, നാവിൻ്റെ വർത്തമാനമാണ് നമ്മളെ നശിപ്പിച്ച് കളയുന്നത് ഇല്ലേ? നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നാവ് പുറത്തിട്ടിരുന്നുണ്ടെങ്കിൽ നാവ് പിന്നെ മുണ്ടില്ല. നേരത്തെ പറഞ്ഞ മാതിരിയ ഒരു ഗ്യാപ്പ് സമയം കിട്ടുമ്പോഴേക്കും അടുത്ത ആളോട് ആ അടുത്ത വീട്ടിലുള്ള ആളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആരൊക്കെ കേൾക്കുന്നത്? നമ്മളെ കേൾക്കുന്നവരാ. അപ്പോ ഭഗവതിയുടെ രൂപം ഒരു കയ്യില് തലയോട്ടറോളില് രക്തം, ഒരു കയ്യില് തല ഇല്ലേ, കഴുത്തില് വലിയ മാല ഇല്ലേ. എന്തിന്റെ മാലയാണ്? രാക്ഷസന്മാരുടെ മാല. അരയില് 24 കൈകൾ തൂക്കിയിട്ടിരിക്കുക, കുട്ടിമുറിച്ച കയ്യ് തൂക്കിയിട്ടിരിക്കുക ഇല്ലേ. അർദ്ധനഗ്നയാണ്, ഇതുവരെ ഉള്ളൂ ഇല്ലേ. ദേവിയുടെ രൂപം അങ്ങോട്ട് എന്താ പറയാ, ദേവിയുടെ ആ രൂപം അങ്ങനത്തെ രൂപത്തിനെ കാണാൻ നമുക്ക് ഇഷ്ടമാകും. നമുക്ക് സുന്ദരനായിട്ടുള്ള ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര. ഇത് നമുക്ക് ഇഷ്ടമുണ്ടോ? ഭഗവാന്റെ രൂപം ഇങ്ങനെ കാണാനാണ് നമുക്കിഷ്ടം. ഭദ്രകാളിന്റെ ഞാനാ ഭാഗത്തേക്ക് ഇല്ല, എനിക്ക് കാണാൻ വയ്യ. ആ ഭാവം ഉണ്ടാകുന്നത്, ആ ഒരു കൺസെപ്റ്റാണ്. ഭദ്രകാളിന്റെ രൂപം കൊണ്ട് പേടിക്കും ചെയ്യരുത്, അതും ഭഗവാന്റെ രൂപമാണ്. നല്ല രൂപത്തിൽ ശ്യാമസുന്ദരനായിട്ടുള്ള ഭഗവാന്റെ രൂപവും നല്ലതാണ് എന്നുള്ള ഭാവത്തെ അറിയിക്കാനാണ് ഇങ്ങനെ ഒരു രൂപം കണ്ടുവച്ചത്. വരാഹം സൂകരം ഇങ്ങനെ അവതരിച്ചു. എന്താ വരാഹം? എന്താ വരാഹം? പന്നി എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ അല്ലേ. സൂകരം എന്ന് പറയും. അവർക്ക് കുറച്ചുകൂടി മോഡേൺ ആയിട്ട് സൂകരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സംസ്കൃതത്തിൽ സൂകരം. എന്താ പന്നി ചെയ്യുക? അവനുടെ വീട്ടിലൊക്കെ പന്നികളുണ്ട്. മധുര കെട്ടിയിട്ടില്ലെങ്കിൽ പന്നികളുണ്ടായിരുന്നു അല്ലേ. അറിയും, നമ്മുടെ കൂവയൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ തിരുവാതിര വരില്ലേ, കൂവയൊക്കെ നട്ടിട്ടുണ്ടാവുക. ചെല്ലുമ്പോഴേക്കും ഒരു പന്നി ഒരെണ്ണം ഉണ്ടാവില്ല. ഒരു വാഴ ഉണ്ടെങ്കിൽ അത് പറിക്കും. എന്താ പന്നി ചെയ്യുക? പന്നി തിന്നുമോ? പന്നി തിന്നുമോ? ഈ വാഴയുടെ കടക്കി പോയിട്ട് വാഴ കുത്തിണ്ടാക്കിയിട്ട് പന്നി തിന്നുമോ? എന്താ ഈ വരാഹത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റ് എന്താ? പെട്ടു അല്ലേ. പന്നി എന്ന് പറഞ്ഞാൽ അവൻ എന്താ ചെയ്യണത്? നേരെ ഇങ്ങോട്ട് ഓടി വന്ന് ഒരു തെങ്ങിന് ഒരു വാഴയുടെ കുത്തുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഇതാക്കി ഇല്ലേ കുത്തിമറച്ച് അവൻ്റെ വാട്ടി. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കൊള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളി തിന്നില്ല, തിന്നാൻ പറ്റില്ല. അത് വേസ്റ്റേ തിന്നുള്ളൂ, അനാവശ്യ സാധനങ്ങളെ തിന്നുള്ളൂ, വേണ്ടാത്ത തിന്നുള്ളൂ. പന്നികളുടെ കൊള്ളി തിന്നൊന്നുമില്ല. ചേട്ടന്മാർ അത് കുത്തി മറിച്ചിട്ടിട്ട് പോവുള്ളൂ, അവരുടെ കടിച്ച് തിന്നില്ല. അത് തിന്നവൻ്റെ മൈലാവുമെന്ന് തിന്നാം അല്ലേ. പല പയറൊക്കെ നിരത്തി വിട്ടുണ്ടാവും വിചാരിക്കുക. അതൊക്കെ അവൻ വന്നിട്ട് കുത്തി മറിക്കും. എന്നാൽ അത് തിന്നൂടെ? എന്തിനാ ഈ വരാഹാവതാരത്തിനെ കാണിച്ചിരിക്കണത്? അതായത് നമ്മളുടെ ഉള്ളിലുള്ള നല്ല വസ്തുക്കള് കുത്തിമറച്ച് ഇല്ലാതാക്കി. അതേമാതിരി നമ്മുടെ ഉള്ളിലെ ചീത്ത വസ്തുക്കളെ ഭഗവാൻ സ്വീകരിക്കും. ആ രൂപത്തിൽ വേണം ഭഗവാൻ ഇതിനെ കാണേണ്ടത്. അതായത് നല്ല രൂപത്തിൽ നല്ല വസ്തുക്കളെ ആ ഭഗവാൻ സ്വീകരിക്കും. ചീത്ത വസ്തുക്കളെ നമ്മുടെ ഉള്ളത്തെ ഏറ്റെടുക്കും. ഇതാണ് വരാഹാവതാരത്തിനെ പറ്റി നമ്മൾ ആ ഒരു കൺസെപ്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ കാണുന്ന സൂകരമുഖം, ആ
ഭൂമിദേവിനെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എന്തുണ്ടാവും? നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവും. അതാണ് ആദ്യത്തെ അവതാരം വരാൻ. ഒരു ഭക്തൻ ഭഗവാനോട് അടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും കുത്തിമറച്ച് ഇല്ലാതെയാക്കി അവന്റെ ഉള്ളിലെ നല്ല കാര്യങ്ങളെ അവനെ ഉപേക്ഷിച്ചുകൊണ്ട് ചീത്ത കാര്യങ്ങളെ മാത്രം എടുത്ത് ഭഗവാൻ പോകുമ്പോൾ വരാഹവത അവതരിച്ചു. ഇന്നെന്താ രണ്ടാമത്തെ വരുന്നത്? ഇന്ന് മഹാകാൾ രണ്ടാമത്തെ അവതാരം എന്തിനെന്ന് ഇന്ന് ഭദ്രകാളിയുടെ അവതരിച്ചുകൊണ്ട് വരുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ. നിങ്ങൾ പേടിക്കരുത്. ഭദ്രകാളി ചീത്തയെയും നല്ലതിനെയും ഒരേ മനസ്സ് പോലെ സ്വീകരിച്ചുകൊണ്ട് അത് ഭഗവാന്റെ തന്നെയാണ്, ഭഗവാന്റെ ഭാവമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ വക കാര്യങ്ങളൊക്കെ കൂടുന്നത്. ഇതൊക്കെയാണ് കർത്താവത്തിൽ പോയി പഠിക്കുന്നത്. അപ്പൊ അതാ പറഞ്ഞത്, ധ്രുവനാണ് പോയപ്പോ എന്തുണ്ടായേ? നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തു, ഓം നമോ ഭഗവതേ വാസുദേവായ. ആ കുട്ടി യുദ്ധം അങ്ങോട്ട് ചെല്ലി ഇല്ലേ? അപ്പോ ഇതാ നമ്മുടെ പഴുതുപടി നിർത്തണം. അപ്പോ ഇനി നമുക്ക് നാളെ നോക്കാം. അങ്ങനെ ഈ ക്രോധം എന്ന് പറഞ്ഞാലും അതുമാതിരി ചിത്തം, സത്ത് പറഞ്ഞാൽ എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം ഇത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ കാര്യങ്ങളൊക്കെ ബ്രഹ്മം എന്താ, പ്രപഞ്ചം എന്താ, പ്രകൃതി എന്താ, കാര്യകാരണ തത്വം എന്താ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭാഗവതത്തില് താത്വികപരമായിട്ട് ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മനസ്സ് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, മനസ്സ് പറഞ്ഞാൽ എന്താ? അതുകൂടി പറഞ്ഞിട്ടാണ് മനസ്സ് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കുഞ്ചിയമ്മയ്ക്ക് മക്കൾ പറയാൻ വിട്ടുപോയി. എവിടുന്ന ഈ ഓർമ്മ ഉണ്ടായത്? അതായത് ഇന്ദ്രിയങ്ങൾ, ചെറുതാക്കി പറയുന്നു, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുന്ന മനസ്സ്, കണ്ണുകൊണ്ട് നമ്മൾ സാധനത്തിനെ കണ്ടു. ഇത് മൊബൈലാണെന്ന് ഞാൻ കണ്ണിനെ കണ്ടു. ഈ മൊബൈലാണെന്നുള്ള വിവരം നമുക്ക് എവിടുന്ന് കിട്ടി? ഈ അതായത് ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ട് സ്വീകരിച്ച വസ്തുവിന് നേരെ മനസ്സ് പറഞ്ഞ സാധനം എവിടെ? നമ്മൾ പറയും ഇവിടെ മനസ്സ് ഇല്ല, അന്ധകരണമാണ്. അന്ധകരണം പറഞ്ഞാൽ എന്താണ്? ഉള്ളിലുള്ള കരണം പറഞ്ഞ എന്താ അർത്ഥം? ചട്ടുകരണോ കയ്യെന്നൊക്കെ പറയും അല്ലേ? അന്ധകരണം പറഞ്ഞ ഉള്ളിലുള്ള കരണങ്ങൾ. ഇത് രണ്ട് കരണം എന്നൊക്കെ പറയാം, ബാഹ്യാണ് ഇല്ലേ? ഉള്ളിലുള്ള വസ്തുക്കളെ നമുക്കൊന്നും അറിയില്ല. ചിത്തം എന്ന് പറഞ്ഞാൽ അറിയില്ല, ഓർമ്മ പറഞ്ഞാൽ അറിയില്ല, ബോധം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭഗവാന്റെ സാധനങ്ങൾ. അത് നമ്മളിലില്ല കേട്ടോ. നമ്മളെ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ നമ്മുടെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഭഗവാൻ തരണം, അനുഗ്രഹിച്ച് തരുന്നതാണ്. ചിലർ ഓർമ്മയില്ലാത്ത കോമയിൽ കുറെ കാലം കിടക്കും. എന്താ അർത്ഥം? ഓർമ്മയില്ല. അപ്പോ ഈ വക ആ ഒരു ഈ ഓർമ്മകൾ ഉണ്ടാകുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സയന്റിഫിക്കലായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന എന്തിനേയും പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വീകരിക്കും. ഇപ്പൊ ഒരു പാട്ട് കേട്ടു എന്ന് വിചാരിക്കുക, ആ പാട്ട് നമ്മൾ ചെവികൂടെ കേൾക്കുക, കണ്ണുകൂടെ കാണാൻ പറ്റില്ല. പാട്ട് ചെവികൂടെ കേൾക്കത്തുള്ളൂ, കണ്ണുകൂടെ കാണത്തുള്ളൂ. ഒരു നല്ല തണുത്ത കാറ്റ് വരുമ്പോൾ കണ്ണുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാ പറഞ്ഞത്. അങ്ങനെ ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ആ സ്വീകരിച്ച വസ്തുവിനെ ഓർമ്മയുടെ, അതായത് മനസ്സ് സ്വീകരിച്ച് മനസ്സ് അത് ഓർമ്മയുടെ രൂപത്തിൽ ഒരു ചിപ്പായിട്ട്, അതായത് കമ്പ്യൂട്ടറിൽ കുറേ ചിപ്പുകൾ ഉണ്ടാവും ഇല്ലേ? നമ്മളുടെ ബോധം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റോർ റൂമുണ്ട്. ബോധം ഇല്ല, അവരൊരു ബോധമില്ല പറയില്ലേ? ഈ ഓർമ്മകളൊക്കെ ബോധത്തില് ഒരു സ്റ്റോർ റൂമിൽ എങ്ങനെയാണോ റാക്കിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കണ ഓരോരോ കാര്യങ്ങളെ കൊണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ ബോധത്തെ, ഈ ഓർമ്മകളെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ചിത്തം എന്ന് പറഞ്ഞ സാധനം. നേരത്തെ പറഞ്ഞ ചിത്തം. അവിടെ സത്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചിത്തത്തിലിരിക്കുന്ന ഭഗവാൻ വാസുദേവന്റെ അടുത്ത് കൊണ്ടിട്ട് എല്ലാം ഓർമ്മയുടെ രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ എനിക്ക് 1ാം ക്ലാസ്സിൽ പഠിച്ച കുഞ്ചിയമ്മയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? മനസ്സിനോട് പറയും, മനസ്സേ എൻ്റെ വായ പറയും, മനസ്സെ എനിക്ക് ആ എടുത്തുകൊണ്ടു പറയുമ്പോൾ മനസ്സ് നേരെ ആർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കും? ബുദ്ധിക്ക് എടുത്തു കൊടുക്കും. ബുദ്ധി പോയിട്ട് ആ ഓർമ്മയുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും. തിരിച്ചാർക്ക് കൊടുക്കും? ബുദ്ധിക്ക് കൊടുക്കും. ബുദ്ധി മനസ്സിന് കൊടുക്കും. അത് നാവിൻ്റെ രൂപത്തിൽ കൂടെ പുറത്തേക്ക്, നാവൊരിന്ദ്രിയല്ലേ? ഇങ്ങനെ സൈക്കിളിലാണ് നമ്മളുടെ ഈ അന്ധകരണങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ, അതായത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളുടെ അറിവിനെ ഓർമ്മയുടെ രൂപത്തിൽ അത് ചിത്തത്തിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യാനുസരണം
ആ അതാണ് ഭഗവാനെ ബോധസ്വരൂപം എന്ന് പറയുന്നത്. ആ ബോധസ്വരൂപന്റെ ഉള്ളിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ആ ബോധത്തിൽ നിന്ന് എപ്പോഴാണ് മനസ്സ് മനസ്സ് മനസ്സെന്താ ചെയ്യണത്? മനസ്സ് എപ്പോഴും സങ്കല്പമാണ് മനസ്സ് ചെയ്യേണ്ടത്. ഇല്ലേ? നമുക്ക് ഇന്ന് തൃശ്ശൂർക്ക് പോകണമെന്ന് എവിടെ സങ്കല്പം ഉണ്ടാവണത്? തൃശ്ശൂർക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സങ്കല്പിക്കുമ്പോൾ എന്താ? ഇതൊക്കെ നമ്മളെന്തറിയോ? ഞാൻ ഇതെന്ന് പറയാൻ കാര്യമില്ല. നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തികളെ പറ്റിയിട്ട് ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ എന്താണ്ടാവുക അറിയോ? നമ്മളൊക്കെ ആ ആധ്യാത്മിക ഭാവം നമുക്ക് കിട്ടും. ഈ തൃശ്ശൂർക്ക് പോകണമെന്ന് സങ്കല്പിച്ച മനസ്സിൻ്റെ സ്വരൂപമാണ്, മനസ്സിൻ്റെ ഡ്യൂട്ടിയാണ് സങ്കല്പിക്കുക. ആ മനസ്സിൻ്റെ സങ്കല്പത്തെ പ്രവർത്തിപ്പിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും. ഇല്ലേ? ഇപ്പം ഈ സാധനം ഇപ്പം ഇവിടുന്ന് നിന്ന് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിൽ സങ്കല്പിച്ചു. ഇതാരോട് പറഞ്ഞു? ബോധത്തിനോട് പറഞ്ഞു. ബോധം അത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ആർക്ക് കൊടുത്തു? കയ്യിന് കൊടുത്തു. ഇതൊരു ഇന്ദ്രിയാണ്, ഇതിനെ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ സങ്കല്പ വികല്പങ്ങളെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് മനസ്സ്. ആ മനസ്സിന് സ്ഥാനം നമ്മുടെ ഇല്ല, കാണാൻ പറ്റില്ല. കുട്ടികളോട് മനസ്സോടെ കുട്ടികൾ പറയും ഇതാ അവിടെയാണ്, ഇല്ലേ? ഇവിടെ ഹൃദയമല്ലേ, മനസ്സെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ പറഞ്ഞ അന്ധകരണങ്ങളെ കാണാൻ പറ്റില്ല. അതായത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ഈശ്വരനോട് കൂടിച്ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഈ അന്ധകരണങ്ങൾ എന്ന് പറയുന്ന മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ഇത് കണ്ടിട്ടില്ലേ? എത്ര നല്ല അർത്ഥമുള്ള ഇതാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ശോധനം ചെവികളൊന്നുമല്ല. അതായത് മനസ്സ്, ബുദ്ധി, ഞാൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് ബോധത്തിന്റെ മാതിരി സാധനമാണ്. ഞാൻ എന്ന ഭാവം, അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോ മനോ, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ചിത്തത്തില് വാസുദേവൻ ഇരിക്കണോ? ഇതില് ഇവിടെ ആരായിരിക്കണത്? അഹങ്കാരത്തില് ഞാൻ എന്ന ജീവാത്മാവ് ഇരിക്കണോ? മനസ്സിലാവും? ചിത്തത്തില് വാസുദേവൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഹങ്കാരത്തിൽ ഞാൻ എന്ന ജീവാത്മാവ് ഇരിക്കുന്നു. ഇത് എങ്ങനെ രണ്ടായിട്ട് മാറിയത്? ആ പറയുന്ന അജ്ഞാതനാണ് ചിത്തത്തിലിരിക്കുന്ന വാസുദേവൻ. പുരഞ്ജനം സ്വീകരിച്ചിട്ടുള്ള ജീവനാണ് രണ്ടായിട്ട് വരും. അതാണ് ഒന്നായ നിന്നൈഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ. ഇണ്ടൽ പറഞ്ഞ അർത്ഥം ദുഃഖം. ഇണ്ടൽ ദുഃഖം. അങ്ങനെ അതാ പറഞ്ഞത്. അതായത് ബുദ്ധി ഓർമ്മകളെ സൂക്ഷ്മ രൂപത്തില് സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് എന്താണ്? ആ ഓർമ്മകളുടെ സൂക്ഷ്മ രൂപമാണ് ഈ പറഞ്ഞ ഒരു വാക്ക് പറയും. ഓർമ്മകൾക്കൊരു സൂക്ഷ്മരൂപമുണ്ട്. ഓർമ്മ വാസന എന്ന് പറയും. ഒരു വാസന എന്ന് കേട്ടിട്ടില്ലേ? അവന് കലാകാരനാകാനുള്ള, ഡോക്ടറാകാനുള്ള വാസനയാണ്. എങ്ങനെ ഈ വാസന വരുന്നത്? അപ്പോൾ അയാളുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഓർമ്മകള് വാസനാ രൂപത്തിലാണ് അവിടെ സൂക്ഷിച്ചു വയ്ക്കുക. ഇപ്പൊ അയാൾക്ക് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള വാസന ഓർമ്മയുടെ രൂപത്തിൽ പോയി ചിത്തത്തിൽ പോയിട്ട് അത് എടുത്തു കൊണ്ടുവന്ന് മനസ്സിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ ഡോക്ടറുടെ കയ്യിൽ ആ മരുന്നിൻ്റെ പേര് വരും. ക്രോസിൻ, ഡോളോ എന്ന് പറഞ്ഞ പേര് വരും. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലാക്കും. സത്യം പരമീഹി, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ പരമമായ സത്യത്തെ ഞാൻ നമസ്കരിക്കുന്നുള്ളൂ. ഇനി കർമ്മം പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ടോ? ജ്ഞാനം, കർമ്മം ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ കാലം, ദ്രവ്യം, സ്വഭാവം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങളൊക്കെ ഇനി ഇവിടുന്നാണ്ട് എല്ലാവരും എത്തും. നേരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തും. അപ്പം പോവാൻ വരട്ടെ, 7 ദിവസം കഴിഞ്ഞിട്ട് പോവാം. അത് കാരണം കൊണ്ട് തൽക്കാലം നിർത്താൻ കുറച്ച് വായിക്കാം. നമുക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾ വായിച്ചോളൂ. എന്തായാലും എത്തും. നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. ശരി കേട്ടോ, എന്തായാലും നിർത്താം.